ഭരണമില്ലെങ്കിൽ ദീനില്ല എന്നാണ്. ദീനില്ല എന്നാണ്. ഭരണമുണ്ടെങ്കിലേ ദീനുള്ളൂ. ഭരണമില്ലാത്തയിടത്തെ ദീനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പ വീടാണ്, അവിടെ ദീനില്ല എന്നാണ് മൗദൂദി സാഹിബ് പഠിപ്പിച്ചത്. മാത്രമല്ല, അള്ളാഹുവിന്റെ നിയമമല്ലാത്ത നിയമം നടപ്പാക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഭൗതികമായ ഭരണകൂടം നിലനിർത്തുവാൻ വേണ്ടിയിട്ട്, സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സഹകരിക്കുകയോ സഹായിക്കുകയോ ചെയ്താൽ, അതുവഴി ഒരു നേതാവ്, ഒരു ഭരണാധികാരി ഉണ്ടായി വന്നാൽ അത് അള്ളാഹുവിന് സമാന്തരമായി നിലനിൽക്കുന്ന ദൈവമാണ് എന്നാണ് മൗദൂദി സാഹിബ് വാദിച്ചത്. അതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്. കാരണം വോട്ട് ചെയ്താൽ ഒരു പഞ്ചായത്ത് അംഗം ഉണ്ടാകുന്നു, വോട്ട് ചെയ്താൽ ഒരു നിയമസഭാ അംഗം ഉണ്ടാകുന്നു, വോട്ട് ചെയ്താൽ ഒരു പാർലമെന്റ് അംഗം ഉണ്ടാകുന്നു. ആ പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് മന്ത്രിമാരുണ്ടാകുന്നു. ആ മന്ത്രിമാർ സത്യത്തിൽ ദൈവങ്ങളാണ്, അള്ളാഹുവിന് പുറമെയുള്ള ദൈവങ്ങളാണ്, ഇലാഹുകളാണ്. ഇതാണ് മൗദൂദി സാഹിബ് വാദിച്ചത്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ സ്കൂളിൽ പോകാൻ പാടില്ല, സർക്കാർ ഉദ്യോഗം പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് വാദിക്കേണ്ടി വന്നു. അപ്പോഴാണ് സ്വാഭാവികമായി നമ്മൾ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ലോകത്ത് കഴിഞ്ഞു പോയ നബിമാർ, പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവാചകന്മാർക്ക് അധികാരം കിട്ടാതെ പോയവരുണ്ടല്ലോ, ഭരണം കിട്ടാതെ പോയവരുണ്ടല്ലോ. വളരെ ചുരുക്കം പ്രവാചകന്മാർക്ക് മാത്രമല്ലേ ഭരണം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവാചകന്മാർക്കും ഈ ദീന് എന്താണ് എന്ന് പരിപൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ ജീവിച്ചു മരിച്ചു പോയവരാണോ, അവരുടെ ദൗത്യം പൂർത്തിയാക്കാതെ കഴിഞ്ഞു പോയവരാണോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ മൗദൂദി പറഞ്ഞ മറുപടി, ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞ മറുപടി അതെ എന്നാണ്. അതെ എന്നാണ്. പ്രവാചകന്മാർ ദൗത്യം പൂർത്തിയാക്കാതെ പോയി എന്നാണ് ജമാഅത്ത് സുഹൃത്തുക്കൾ പറഞ്ഞത്. ഇത് കേവലം ആരോപണമല്ല, ആരോപണം പറയുകയല്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്ന ഇതേ പുസ്തകത്തിൽ തന്നെ മൗദൂദി പറയുന്ന വാചകം കേട്ടോളൂ. സർവോപരി പ്രവാചക മാതൃകയുടെ തണലിൽ ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ സംസ്ഥാപനത്തിനും അതുവഴി ദൈവവചനത്തിന്റെ അഭ്യുന്നതിക്കും വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു സംഘടിത സമുദായമായി സത്യവിശ്വാസികളെ പ്രവാചകൻ വളർത്തിയെടുക്കേണ്ടതുമുണ്ട്. ഒരു പ്രവാചകന്റെ ദൗത്യം പറയാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാർക്കും തങ്ങളുടെ ദൗത്യം വിജയത്തിന്റെ അന്തിമഘട്ടത്തോളം എത്തിക്കാൻ പ്രായോഗിക തലത്തിൽ സാധിച്ചു കൊള്ളണം എന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാർക്കും തങ്ങളുടെ ദൗത്യം അന്തിമഘട്ടത്തിൽ എത്തിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നല്ല, ഒട്ടേറെ പ്രവാചകന്മാർക്ക് അങ്ങനെ എത്തിക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഒട്ടേറെ പ്രവാചകന്മാർക്ക് ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് മൗദൂദി ഇങ്ങനെ പറഞ്ഞത്? അവർ അധികാരത്തിലെത്തിയില്ല, അധികാര കസേര പിടിച്ചടക്കിയില്ല. അങ്ങനെ വന്നപ്പോൾ മൗദൂദി പറയാണ് അവർ ദൗത്യം പൂർത്തിയാക്കിയില്ല. ഭരണം പിടിച്ചടക്കിയില്ലെങ്കിൽ ദൗത്യം പൂർത്തിയാക്കിയവരാവുകയില്ല എന്ന ആരോപണം പ്രവാചകന്മാരുടെ പേരിൽ പറഞ്ഞു. ഖുർആനത് പറഞ്ഞോ നബിമാരോട് പെട്ടെന്ന് പോയി അധികാരം പിടിച്ചു വാ, അധികാരം കിട്ടിയില്ലെങ്കിൽ ദൗത്യം പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? ഏതെങ്കിലും നബിയോട് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അല്ല പറയാത്തത് പ്രവാചകന്മാരുടെ പേരിൽ ആരോപണമായി മൗദൂദി പറഞ്ഞു. എന്തവകാശം നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ പേരിൽ ആരോപണം പറയാൻ? എന്തവകാശം ജമാഅത്തുകാരാ? ആ പ്രവാചകന്മാരുടെ പേരിൽ ആരോപണം പറഞ്ഞ് അവർ ദൗത്യം പൂർത്തിയാക്കാത്തവരാണെന്ന് വാദിച്ച് ഈ നാടൊട്ടുക്കും നടന്ന ജമാഅത്തുകാരൻ ഇപ്പോൾ ന്യായം പറയുന്നു, പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നു, പ്രവാചകന്മാരുടെ ആ ദൗത്യം പൂർത്തിയാക്കാതെ പോയവരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച ജമാഅത്തുകാരൻ. ഇത് വായിച്ച് പഠിച്ചിട്ട് നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്, പ്രവാചകന്മാർ ദൗത്യം പൂർത്തിയാക്കില്ല എന്ന് തന്നെ. ഇത് മൗദൂദി എഴുതി വെച്ചതാണ് ഞാൻ വായിച്ചത്. എന്നാൽ കുവൈത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആരും മാറിയില്ലെങ്കിലും, ആരും ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും പ്രവർത്തിച്ചത് ഇതേ ലക്ഷ്യത്തിനാണ്, ഇഖാമത്തുദ്ദീൻ, സൂറത്ത് ഷൂറ. പക്ഷെ ഈ ലക്ഷ്യം നേടിയ പ്രവാചകന്മാരും നേടാൻ സാധിക്കാതെ പോയ പ്രവാചകന്മാരുണ്ട്. ഇപ്പൊ സൂറത്ത് നൂഹ് അലൈഹി ഇസ്ലാം 950 വർഷം പ്രവർത്തിച്ചിട്ടും ഈ ലക്ഷ്യം നേടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ വിശ്വസിച്ച പോലും വളരെ കുറച്ചായിരുന്നു. പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞിട്ടില്ല, പിന്തിരിയാൻ പാടുമില്ല. സ്വീകരിക്കാത്തവർ പരാജയപ്പെട്ടു. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല, പ്രയത്നിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവർ പരാജയപ്പെട്ടു. നൂഹ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ പ്രയത്നത്തിൽ വിജയിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. ദാവൂദ് സുലൈമാൻ അലൈഹി ഇസ്ലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. എന്നാൽ ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം നേടാത്തവരാണ്. കണ്ടോ, ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം നേടാത്തവരാണ്. സുലൈമാൻ നബി ലക്ഷ്യം നേടി, കാര്യം ഭരണം കിട്ടി. ദാവൂദ് നബി ലക്ഷ്യം നേടി, കാര്യം എന്താ? ഭരണം കിട്ടി. മുഹമ്മദ് നബി ലക്ഷ്യം നേടി, എന്തേ? ഭരണം കിട്ടി. എന്നാൽ ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം നേടാത്തവരാണ്. ആരൊക്കെ?
നൂഹ് നബി അലൈഹിസ്സലാം ലക്ഷ്യം നേടിയില്ല. 950 കൊല്ലക്കാലം കൊണ്ട് ലക്ഷ്യം നേടിയില്ല. അതുപോലെ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ലക്ഷ്യം നേടിയില്ല. മാത്രമല്ല മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം ലക്ഷ്യം നേടിയില്ല. അതുപോലെ യാക്കൂബ് നബി ലക്ഷ്യം നേടിയില്ല. അപ്രകാരം തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാം ലക്ഷ്യം നേടിയില്ല. ഈസാ നബി അലൈഹിസ്സലാം ലക്ഷ്യം നേടിയില്ല. ഇവർക്കൊന്നും ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല. പ്രവാചകന്മാർക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല എന്നാണ് വാദിച്ചത്. പ്രവാചകന്മാരുടെ പേരിൽ പോലും ആരോപണം. കാര്യം മൗദൂദി പറഞ്ഞതുപോലെ ഇവരായില്ല. മൗദൂദി പറഞ്ഞതുപോലെ നബിമാരായില്ല. അതുകൊണ്ട് നബിമാർക്ക് പോരായ്മ. എന്ത് ഗതികേടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മൗദൂദി പറയുന്നത് പോലെ നബിക്കാകാൻ പറ്റുമോ? അല്ല പറയുന്ന പോലെയല്ലേ പ്രവാചകന്മാർക്കാകാൻ പറ്റുള്ളൂ. മൗദൂദി പറയുന്നത് പോലെ പ്രവാചകന്മാരായില്ല എന്നാ പറഞ്ഞത്. കാര്യം എന്താ? ഇവര് ഭരണം പിടിച്ചില്ല എന്നാണ്. ഭരണം പിടിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ ഭരണം കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെ അടിസ്ഥാനപരമായ താത്വികമായ തലത്തിലേക്ക് ജമാഅത്തുകാരാ ചർച്ച കൊണ്ടുവാ. താത്വികമായ തലത്തിലേക്ക് ജമാഅത്തുകാരൻ തന്റെ ചർച്ചയെ കൊണ്ടുവാ. ഭൂമിയിൽ അധികാരം ഇല്ലാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മതേതരത്വ ജനാധിപത്യ ഗവൺമെന്റോ പാശ്ചാത്യൻ ഗവൺമെന്റോ നിലനിൽക്കുന്നിടത്ത് അള്ളാഹുവിന് ആധിപത്യമില്ല എന്ന് എഴുതിപ്പിടിപ്പിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. എന്താ പറഞ്ഞത്? നമ്മൾ വിചാരിച്ചാൽ നഷ്ടപ്പെടും അള്ളാഹുടെ ആധിപത്യം. മൻമോഹൻ സിംഗ് വിചാരിച്ചാൽ നഷ്ടപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ ആധിപത്യം. അച്യുതാനന്ദൻ തീരുമാനിച്ചാൽ നഷ്ടപ്പെടുന്നതാണ് അള്ളാഹിന്റെ ആധിപത്യം. എഴുതി വെച്ചില്ലേ? കേട്ടോളൂ വാചകം. ഭൂമി ദൈവത്തിൻ്റെതാണ്. അത് അവന്റേത് മാത്രമായിരിക്കുകയും വേണം. ഭൂമിയുടെ ആധിപത്യം അള്ളാഹുവിൽ അർപ്പിതമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പതാക ഉയരുക തന്നെ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പതാക ഉയരുക തന്നെ വേണം. ഏത് ഘട്ടത്തിൽ എന്താകണമെങ്കിൽ അള്ളാഹുവിന്റെ ആധിപത്യം ഭൂമിയിൽ അർപ്പിതമാകണമെങ്കിൽ, ഭൂമിയിൽ അള്ളാഹുവിന്റെ ആധിപത്യം അർപ്പിതമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പതാക ഉയരുക തന്നെ വേണം. വീണ്ടും പറയുന്നത് കേട്ടോളൂ. ഭൂമിയിലെ ഭരണാധികാരം ഏതെങ്കിലും വ്യക്തികളുടെ കരങ്ങളിലായിരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ ആധിപത്യം ഇവിടെ നിലനിൽക്കുകയില്ല. എന്താ പറഞ്ഞത്? ഭൂമിയിലെ ഭരണാധികാരം ഏതെങ്കിലും വ്യക്തികളുടെ കരങ്ങളിലായിരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ ആധിപത്യം ഇവിടെ നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ ഉള്ളത് ഭരിക്കുന്നത്? കേരളത്തിന്റെ ഭരണാധികാരി ആരാ? അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളക്ക് അധികാരമില്ല. കേരളത്തിൽ അള്ളക്ക് ആധിപത്യമില്ല. ഇന്ത്യയുടെ ഭരണാധികാരി ആരാ? മൻമോഹൻ സിംഗ് ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ അള്ളക്ക് ആധിപത്യമില്ല. അമേരിക്കയുടെ ഭരണാധികാരി ആരാ? ഇസ്ലാമിക ഭരണകൂടം അവിടെ ഉള്ളത് അല്ല. ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കാത്തത് കൊണ്ട് അമേരിക്കയിൽ അള്ളാഹുവിന് ആധിപത്യമില്ല. അതുപോലെ തന്നെ ഇറാനിൽ ആരാ ഉള്ളത്? അള്ളാഹുവിന്റെ ആധിപത്യം എന്ന് പറയാൻ കഴിയുമോ അവിടെ ഉള്ളത്? അല്ല. ഇസ്ലാമിക ഭരണകൂടം എന്ന് പറയാൻ കഴിയുമോ അവിടെയുള്ള ഭരണകൂടം? ഇല്ല. ജമാഅത്തുകാർ അങ്ങനെ പറയുമെങ്കിലും എന്നാൽ അവിടെ അള്ളാഹുവിന് ആധിപത്യം ഇല്ല. ഭൂമിയിലെ ഏതെങ്കിലും ഒരു കോണിൽ ഇസ്ലാമിക ഭരണം പൂർണ്ണമായി നടക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ വാദിക്കുമോ? അപ്പോൾ ഭൂമി തന്നെ അള്ളക്ക് ആധിപത്യമില്ല. അപ്പൊ അള്ളാഹുവിന് നഷ്ടപ്പെട്ട ആധിപത്യം ജമാഅത്തുകാർ മുദ്രാവാക്യം വിളിച്ച് വാങ്ങിക്കൊടുക്കലാണ് ദൗത്യം. അള്ളക്ക് നഷ്ടപ്പെട്ട ആധിപത്യം ജമാഅത്തുകാർ മുദ്രാവാക്യം വിളിച്ച് വാങ്ങിക്കൊടുക്കലാണ് നമ്മുടെ ദൗത്യം. അള്ളക്ക് ആധിപത്യം നഷ്ടപ്പെടുമെന്ന് എഴുതി വെച്ച കൗമാണ് തൗഹീദ് പറയുന്നത്. ഇത് തൗഹീദിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. അള്ളാഹുവിന് ആധിപത്യം നഷ്ടപ്പെടുമോ? ഏതെങ്കിലും ഒരു ഭരണാധികാരി ഒരു നാട് ഭരിച്ചാൽ, ഏതെങ്കിലും ഒരു ഭൗതിക പ്രത്യയശാസ്ത്രം ഒരു നാട് ഭരിച്ചാൽ നഷ്ടപ്പെടുന്ന ആധിപത്യമാണോ അള്ളാഹുവിന്റെ ആധിപത്യം? ഒരിക്കലുമല്ല. ഖുർആൻ മറുപടി പറയുകയാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുൽ പറയടോ, പ്രഖ്യാപിക്കടോ. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാതിരാജനായ അല്ലാഹുവേ, തൂത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളയാണ് ഭരണം കൊടുക്കുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ആധിപത്യം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അല്ലാഹു ആധിപത്യം എടുത്തു കളയുന്നു.
വതുഇസ്സു മൻ തശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ഇസ്സത്തിലാക്കുന്നു. വതുദില്ലു മൻ തശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നിന്ദനാക്കുന്നു. വതുദില്ലു മൻ തശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നിന്ദനാക്കുന്നു. ബിയദിക്കൽ ഖൈർ, അല്ലാഹുവേ നന്മയുടെ സർവമാന ഖജാനകളും നിന്റെ അടുക്കലാണെന്ന് പറയൂ. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറയൂ. എല്ലാത്തിനും കഴിവുള്ളവനാണ് റബ്ബേ നീ എന്ന് പറയൂ. അല്ലാതെ ഒരു അച്യുതാനന്ദൻ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു പാർട്ടി വിചാരിച്ചാൽ, ഏതെങ്കിലും ഒരു ഭരണകൂടം വിചാരിച്ചാൽ, പാശ്ചാത്യ ലോബി വിചാരിച്ചാൽ, സാമ്രാജ്യത്വം വിചാരിച്ചാൽ നഷ്ടപ്പെടുന്ന ആധിപത്യമല്ല അല്ലാഹുവിന്റെ ആധിപത്യം. എന്നാൽ ഈ ഭൗതിക ഭരണകൂടങ്ങൾ വിചാരിച്ചാൽ നഷ്ടപ്പെടുന്ന ആധിപത്യമാണ് അല്ലാഹുവിനുള്ളത് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരാ, നിന്റെ തൗഹീദ് അപൂർണമാണ്. അത് അപൂർണമായ തൗഹീദാണ്. ആ തൗഹീദ് തൗഹീദല്ല, തൗഹീദാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നടക്കുകയാണ്. നഷ്ടപ്പെടുന്ന ആധിപത്യം അല്ലാഹുവിനില്ല. ലോകത്ത് ഫിറഔൻ ഭരിച്ചാൽ ആരാ അധികാരം കൊടുത്തത്? ഫിറഔൻ ആരാ അധികാരം കൊടുത്തത്? പറയണം. ആരാണ് ഫിറഔൻ അധികാരം കൊടുത്തത്? ആരാണ് ഫിറഔന്റെ അധികാരം എടുത്തു കളഞ്ഞത്? ആരാണ് ഫിറഔൻ അധികാരം കൊടുത്തത്? ആരാണ് ഫിറഔന്റെ അധികാരം എടുത്തു കളഞ്ഞത്? ആരാണ് നമ്രൂദിന് അധികാരം കൊടുത്തത്? ആരാണ് നമ്രൂദിന്റെ അധികാരം എടുത്തു കളഞ്ഞത്? അല്ല പറയുന്നു ഖുർആനിലൂടെ അല്ലയാണ് അതേ ഫിറഔനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമകാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻവരീൻ. അല്ല പറയാൻ എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വലിയ ആജാനബാഹുവായിരുന്ന, അതുപോലെ ഏകഛത്രാധിപതിയായിരുന്ന ഫിറഔൻ, അവൻ ഉപേക്ഷിച്ചു പോയ എത്രയെത്ര തോട്ടങ്ങളാണ്, അരുവികളാണ്, മാന്യമായ എത്രയെത്ര കൃഷിയിടങ്ങളാണ്, അനുഭവിച്ചു കൊണ്ടിരുന്ന എത്രയെത്രയോ അനുഗ്രഹങ്ങളെയാണ് അവൻ ഉപേക്ഷിച്ചു പോയത്. ഇത് പറഞ്ഞിട്ടല്ല പറയുന്നു കദാലിക, അപ്രകാരം മറ്റൊരു ജനതയെ നാം അത് അനന്തരമെടുക്കുന്നവരാക്കി എന്നാ ഖുർആൻ പറയുന്നത്. മറ്റൊരു ജനതക്ക് നാം അത് അനന്തരമായി നൽകി. ആര്? അല്ലാഹു. ഫിറഔനുണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞിട്ട് അത് ഇസ്രായേലർക്ക് അല്ലാഹു കൊടുത്തു. അവർക്ക് അല്ലാഹു ഇതാ പകരമായി നൽകി. എന്നിട്ട് പറയാണ് ആ ഫിറഔനിന്റെ പതനത്തിൽ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻവരീൻ, ഒരിക്കലും വാനലോകമോ ഭൂമിയോ അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിച്ചില്ല, അവന്റെ പതനത്തിൽ വിഷമിച്ചില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഏകഛത്രാധിപതിയായ ഫിറഔന് ഭരണം കൊടുത്തത് അല്ലാഹു, എടുത്തു കളഞ്ഞത് അല്ലാഹു. നമ്രൂദിന് ഭരണം കൊടുത്തത് അല്ലാഹു, എടുത്തു കളഞ്ഞത് അല്ലാഹു എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഒരു ചക്രവർത്തി വിചാരിച്ചാൽ നഷ്ടപ്പെടുന്ന ആധിപത്യമാണ് അല്ലാഹുവിനുള്ളത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ജമാഅത്തുകാർ, അതിന്റെ തൗഹീദ് എവിടെയാണ് തൗഹീദ്? ആർക്കാ തെറ്റ് പറ്റിയത്? അതുകൊണ്ട് തിരുത്തണം. പിന്നെ എല്ലാത്തിലും ജമാഅത്ത് സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയം അങ്ങ് കണ്ടെത്തലാണ്. അത് രസാണ്. ഉദ്ധരണികളിൽ പോലും രാഷ്ട്രീയം കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ബഹുമാനനായ സദറുദ്ദീൻ മൗലവി. ഉദ്ധരണികളിൽ പോലും രാഷ്ട്രീയം, അതവിടെ നിൽക്കട്ടെ. എന്തിലും ഒരു രാഷ്ട്രീയം കണ്ടെത്താണ് അല്ലേ? ഇവിടെയും കണ്ടെത്തി. എന്തില്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യത്തില്. ഇവിടെ കുനിയിൽ വന്ന് പ്രസംഗിക്കുക. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പശുക്കുട്ടി, അവരുടെ ദൈവമായ പശുക്കുട്ടിക്കെതിരെ എപ്പോഴാണ് സംസാരിച്ചത്? അത് അവിടെ നിന്ന് പോയി, ഫലസ്തീനിൽ നിന്ന് പോയ, ഈജിപ്തിൽ നിന്ന് പോയി, അതിനുശേഷമാണ്. അതുവരെയോ ഭരണാധികാരിക്കെതിരെ രാഷ്ട്രീയ വ്യവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ആര് സംസാരിച്ചത്? മൂസാ നബി സംസാരിച്ചത്. ആരാ പറയണത്? നമ്മുടെ മൗലവി. കേട്ടോളൂ. മൂസാ നബിയെ നമ്മൾ നോക്ക്. മൂസാ നബിയുടെ സമൂഹത്തില് വിഗ്രഹം എന്താ? പശുക്കുട്ടിയാണ്. ബനു ഇസ്രായേലരുടെ, ഈജിപ്തിലെ ജനതയുടെ വിഗ്രഹങ്ങളിൽ ഒന്ന് പശുക്കുട്ടിയാണ്. പക്ഷെ മൂസാ നബിയും പശുക്കുട്ടിയെ എതിർത്തുകൊണ്ടുള്ള മൂസാ നബിയുടെ സംസാരം വരുന്നത് എവിടെയാ? ഈജിപ്തിൽ നിന്ന് പോന്നിട്ട് സീനാ മരുഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് തൂർ പർവ്വതത്തിൽ തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പം ഈജിപ്തിൽ മൂസാ നബി ആരെയാ നേരിട്ടത്? ഫറോവ വിഗ്രഹമായിരുന്നോ? ഫറോവ മക്ബറയായിരുന്നോ? അതല്ല ഫറോവ മരം നട്ട ആളായിരുന്നോ? അതിന്റെ പേരിൽ എതിർക്കാലോ തൗഹീദിന്? ഫറോവ ഒരു സാമ്രാജ്യത്വത്തിന്റെ അധിപതിയാണ്, ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്, സ്വേച്ഛാധിപതിയാണ്. ഇന്ന് കൊക്കക്കോള കമ്പനി പറയുന്നത് പോലെ ഫറോവ പറഞ്ഞു, അലൈസലീ മുൽക്കു മിസ്ർ, എന്റെ കയ്യിലാണോ ഈ നാട് മുഴുവൻ, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇവിടുത്തെ വെള്ളമൊക്കെ എന്റെ ഉടമസ്ഥതയില, ഇവിടുത്തെ നദികളൊക്കെ എന്റെ ഉടമസ്ഥതയില. ഇന്ന് സാമ്രാജ്യത്വം പറയുന്ന, കുത്തക കമ്പനികൾ പറയുന്ന മുദ്രാവാക്യം അന്ന് മുഴക്കിയിട്ടുണ്ട് ഫറോവ. ആ സാമ്രാജ്യത്വ ഭരണാധികാരിയായ ഫറോവക്കെതിരാ മൂസാ നബിയുടെ പോരാട്ടം.
അതിൽ രാഷ്ട്രീയമുള്ള തൗഹീദാണ്, ഭരണാധികാരികളോട് ഏറ്റുമുട്ടിയ തൗഹീദാണ്. രാഷ്ട്രീയക്കാരന്റെ അമ്മിക്കടിയിലേക്ക് വാല് തിരികെ വെച്ചു കൊടുത്ത തൗഹീദ് മൂസാ നബിക്ക് അറിയുമായിരുന്നില്ല. കണ്ടോ എത്ര ഗൗരവത്തിലാണ് മൂപ്പര് പറയണത്? എന്തിനാ ഇത്ര പ്രയാസപ്പെട്ട്? നിങ്ങളത് ചിന്തിച്ചു നോക്ക്. എല്ലാ രാഷ്ട്രീയക്കാരന്റെ അമ്മിക്കടിയിലേക്ക് തലവെച്ചു കൊടുത്ത തൗഹീദ്, ആ തൗഹീദ് മൂസാ നബിക്ക് അറിയുമായിരുന്നില്ല. എന്താ ഫിറൗന്റെ കസേരയിൽ മൂസാ നബി എപ്പോഴാ കയറി ഇരുന്നതെന്ന് പറഞ്ഞാളി. ആ ഫിറൗന്റെ കസേരയിൽ കയറി എപ്പോഴാ മൂസാ നബി ഇരുന്നത്? ഇങ്ങോട്ട് ഇറങ്ങടാ ഫിറൗനെ, ഞാൻ കയറി ഇരിക്കട്ടാ എന്ന് എപ്പോഴാ മൂസാ നബി പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ടോ? ഫിറൗൻ എടുക്കാൻ ചെന്നിട്ട് മെമ്മോറാണ്ടം സമർപ്പിക്കണം മൂസാ നബി. ശരിയാ, സംഗതി ഞാൻ ഇത്രയും കാലം പ്രശ്നമൊക്കെ ഉണ്ടാക്കി, ഇവിടൊക്കെ നടന്നു, പലതരത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്, കിബിത്തിയാർ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പോയി നാട്ടിൽ നിന്ന് പോയി തിരിച്ചു വന്നിട്ടുണ്ട്, ഇപ്പം ഞാൻ നബിയാ, അതുകൊണ്ട് ഫിറൗനെ ഇനി നിനക്ക് അവിടെ ഇരിക്കാൻ അധികാരമില്ല, കസേരയിൽ ഞാനായിരിക്കണ്ട, ഇങ്ങോട്ട് ഇറങ്ങുന്നു പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ ഫിറൗനെതിരെ സംസാരിച്ചു ആര്? മൂസാ അലൈഹിസ്സലാം. അപ്പോ നമ്മുടെ മൗലവിയുടെ സംശയം എന്താ? എന്തേ ഫിറൗൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹമായിരുന്നോ, അതോ മക്ബറയായിരുന്നോ, അതോ മരായിരുന്നോ, അതോ കല്ലായിരുന്നോ? അല്ല, പിന്നെ ആരായിരുന്നു? ദൈവമാണെന്ന് വാദിച്ചയാളാണ്. ദൈവമായിരുന്നു, ദൈവമാണ് എന്ന് വാദിച്ചയാളാണ്. പക്ഷേ ആ ഫിറൗൻ മഹാനാണെന്നാണ് ജമാഅത്തുകാരാ നീ പറഞ്ഞത്. അവിടെയാ പ്രശ്നം. ആ ഫിറൗൻ മഹാനാണെന്നാ പറഞ്ഞത്. ലോകത്തൊരാളും അത് പറഞ്ഞിട്ടില്ല. ഫിറൗൻ എന്ന് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ മേൽ ശാപം ചൊരിയുകയാണ്. മഹാനാണ് ഫിറഔൻ എന്ന് പറഞ്ഞതാരാ? ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. എവിടെയാ പറഞ്ഞത്? ഇഖാമത്തുദ്ദീന്റെ ഭാഗമായി പുറത്തിറക്കുന്ന മാധ്യമം പത്രത്തിലാണ് പറഞ്ഞത്. കേട്ടോളൂ. സൂര്യപുത്രൻ, ഈജിപ്ത് ജനത രാംസസ് രണ്ടാമനെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. എന്താണ്? സൂര്യപുത്രൻ, ഈജിപ്ത് ജനത രാംസസ് രണ്ടാമനെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. ഇനി കേട്ടോ, ഫിറൗൻ ആരായിരുന്നു? വിഗ്രഹമായിരുന്നോ, മരമായിരുന്നോ, കല്ലായിരുന്നോ എന്ന് ചോദിച്ചല്ലോ. കേട്ടോളൂ ആരായിരുന്നുവെന്ന്. ദൈവമാണെന്ന് സ്വയം അഭിമാനിക്കുകയും ദൈവമാണെന്ന് സ്വയം വാദിക്കുകയും അതിലുപരി ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്ത മഹാനായ ഫറോവ ചക്രവർത്തിയാണ് രാംസസ് രണ്ടാമൻ. കണ്ടോ, ദൈവമാണെന്ന് പറഞ്ഞ മഹാനാണ് ആര്? ഫിറൗൻ. ദൈവമാണെന്ന് പറഞ്ഞ മഹാനോ? നിങ്ങളൊന്ന് ആലോചിക്കും, ദൈവമാണെന്ന് പറഞ്ഞ മഹാനാണോ ഫറോവ? എന്താ പറയണ്ടത്? ദൈവമാണെന്ന് വാദിച്ച ഏറ്റവും മോശപ്പെട്ട അധപ്പതിച്ച ഒരാളാണ് ഫറോവ എന്ന് പറഞ്ഞ പകരം പറയുന്നത് മഹാനാണ് എന്നാണ്. എന്നിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ എന്താ? ഏകദേശം 3200ഓളം വർഷം മുമ്പ് ഈജിപ്ത് ജനതയുടെ രാജാവായും ആധുനിക മനുഷ്യന്റെ മനസ്സിലെ വിസ്മയമായും മാറിയ ഈ ഫറോവൻ നമുക്ക് മുന്നിൽ കോറിയിടുന്നത് ജീവിതത്തിന്റെ നശ്വരതയും അനശ്വരതയുമാണ് എന്നാണ്. ഫിറൗൻ കോറിയിടുകയാണ് നമുക്ക് എന്ത്? ജീവിതത്തിന്റെ നശ്വരതയും അനശ്വരതയും. അങ്ങനെ ഫിറൗനെ കുറിച്ച് മദ്ഹ് എഴുതിയ ആ ലേഖനായത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമാണെന്ന് വാദിച്ച ഫിറൗൻ, ആ ഫിറൗൻ ജനങ്ങളിൽ നിന്ന് ആരാധന ആഗ്രഹിച്ചു, അത് ചോദിച്ചു വാങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ മാത്രം പറയുകയല്ലേ, ഞാൻ പറഞ്ഞിട്ട് അത് പൂർത്തിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. മൗദൂദി സാഹിബ് തന്നെ അദ്ദേഹത്തിന്റെ ആ റബ്ബ് ദീൻ ഇബാദത്ത് ഇലാഹി എന്ന് പറയുന്ന പുസ്തകത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. ഫറോവ ജനങ്ങളിൽ നിന്ന് ആരാധനാ രൂപത്തിലുള്ള ഒന്ന് ചോദിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു എന്ന്. ഫിറഔൻ ദൈവമാണ് എന്ന് വാദിച്ച ആളാണ്. മൂസാ നബി പറഞ്ഞു, അല്ല, നീയല്ല റബ്ബ്, നീയല്ല ദൈവം, നീയല്ല റബ്ബ്, നീയല്ല ദൈവം, അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് വാദിച്ച ഫിറഔനോട് നീയല്ല റബ്ബ്, നീയല്ല ഇലാഹ്, നീയല്ല ആരാധ്യൻ, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, നിന്റെ കിരാതമായ നടപടികൾ അതൊരിക്കലും ഞങ്ങൾ ഉൾക്കൊള്ളുകയില്ല എന്ന് വാദിച്ച മൂസാ നബി അവിടെയും രാഷ്ട്രീയം കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം ഭരണം നേടിയോ, അധികാരം പിടിച്ചടക്കിയോ? ഇല്ല. നേരെ മറിച്ച് തൗഹീദ് ജനങ്ങളോട് പറഞ്ഞു, ആളുകളോട് മുഴുവൻ തൗഹീദ് പറഞ്ഞു, കണ്ടവരോട്, തന്റെ മുന്നിൽ എത്തിയവരോട് തൗഹീദ് പറഞ്ഞു. ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ഏകഛത്രാധിപതിയായിരുന്ന നമ്രൂദ്, ആ നമ്രൂദിന്റെ മുന്നിൽ പോയി തൗഹീദ് പറഞ്ഞു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാതെ നമ്രൂദിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നത് ഞാൻ നബിയാണ്, അതുകൊണ്ട് നമ്രൂദ് ഇനി ആ അധികാരം കസേരിക്കേണ്ട ആൾ ഞാനാണ്, ആ അധികാരം എനിക്ക് തരണമെന്നല്ല, നീ അള്ളാഹുവിന്റെ ആധിപത്യം നഷ്ടപ്പെടുത്തിയ ആളാണ്. അള്ളാഹുവിന് ആധിപത്യം ഇല്ല ഈ നാട്ടില്, നീ ഇവിടെ ഭരണാധികാരിയായിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി, ഞാൻ കയറിയിരിക്കട്ടെ എന്നല്ല ഇബ്രാഹിം നബി പറഞ്ഞത്. ഇവിടെ മൗലവി അല്ലെങ്കിൽ സദറുദ്ദീൻ മൗലവി ആകെ മറുപടി പറയാൻ ശ്രമിച്ച ഒരു കാര്യം അത് മാത്രം. ഹനീഫ് കായിക്കുടിയുടെ പ്രസംഗത്തിൽ നിന്ന് മറുപടി പറയാൻ ശ്രമിച്ച ഒരു ഭാഗം അവിടെ മാത്രമാണ്, അത് മാത്രമാണ്. പക്ഷേ അവിടെ ആയത്തോതിയപ്പോ പാളുകയാണ്. എന്താ പാളിയത്?
എന്താ ആയത്ത് കേട്ടോ? അലം തറ ഇല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. നീ കണ്ടില്ലയോ ഇബ്രാഹീമിനോട് തന്റെ റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ച ഒരുത്തൻ, വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട ഒരുത്തനെ നീ കണ്ടില്ലയോ? എങ്ങനെയുള്ള ഒരുത്തൻ? അന്നാതാഹുല്ലാഹുൽ മുൽക്ക്, അല്ലാഹു അധികാരം നൽകിയപ്പോൾ. നമ്രൂദിന് ഭരണം കൊടുത്തതാരാ? അല്ലാഹു. നമ്രൂദിന് ഭരണം കൊടുത്തതാരാ? അല്ലാഹു. അള്ളാഹ്ക്ക് ആധിപത്യം നഷ്ടപ്പെടുത്തിയിട്ട് അള്ളാഹു വേറെ ആളെ ഭരണാധികാരിയാക്കുവോ? എന്തായി പറയണത്? അന്നാതാഹുല്ലാഹുൽ മുൽക്ക്, അള്ളയാണ് അധികാരം കൊടുത്തത്. എന്താ വിഷയം? എന്താ തർക്കം? ഇത് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹീ വയുമീത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വാദിച്ചു. എന്താ വാദിച്ചത്? റബ്ബിയല്ലദീ യുഹീ വയുമീത്, എന്റെ റബ്ബവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. സ്വയം റബ്ബാണെന്ന് വാദിച്ച നമ്രൂദ് എന്താ പറഞ്ഞത്? അന ഉഹീ വ ഉമീത്, ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും. എന്നിട്ട് എന്താ ചെയ്തത്? ഒരാളെ പിടിച്ചു, അയാളെ തലവെട്ടിക്കളഞ്ഞു. ഒരാളെ പിടിച്ചുകൊണ്ടുവന്നു, അയാളെ തലവെട്ടിക്കളഞ്ഞു. വേറെ ഒരാളെ ജീവിക്കാൻ വിട്ടു. എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ, ഒരുത്തൻ ജീവിക്കുന്നുണ്ട്, വേറൊരുത്തൻ മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാദിക്കാൻ ശ്രമിച്ചപ്പോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ നമ്രൂദിന്റെ മുന്നിൽ ധൈര്യമായി പറഞ്ഞു, ഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച എന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന് ആധിപത്യം നഷ്ടപ്പെട്ടിട്ടില്ല, അവന് അധികാരം നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ്, എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നവനാണ്. അതുകൊണ്ട് നീ റബ്ബാണെങ്കിൽ, നീ ഇലാഹാണെങ്കിൽ, നീ ആരാധ്യനാണെങ്കിൽ, ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, പടിഞ്ഞാറ് നിന്ന് ആ സൂര്യനെ കൊണ്ടുവരാൻ നിനക്ക് കഴിയുമോ? ഫബുഹിതല്ലദീ കഫർ, ആ സമയത്ത് അവിശ്വാസിയുടെ വായടഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇബ്രാഹിം നബിയുടെ തൗഹീദ്. പക്ഷെ ആ തൗഹീദ് പൂർണ്ണമല്ല എന്നാണ് ആര് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കാരെ. ഇബ്രാഹിം നബിയുടെ തൗഹീദ് പൂർണ്ണമല്ല എന്ന് മാത്രമല്ല, ആ പ്രവാചകന്മാരെ അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തന്റെ പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവഹേളിച്ച ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ, അല്ലേ? ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം, ആ പ്രബോധനത്തിൽ വന്ന ലേഖനം എപ്പോൾ 1987 ആഗസ്റ്റ് മാസത്തിൽ വന്ന ലേഖനത്തിൽ എന്താ പറയുന്നത്? നിങ്ങളുടെ ഇസ്മായിലിനെ ബലിയെറുക്കുക. നിങ്ങളുടെ ഇസ്മായിലിനെ നിങ്ങൾ ബലിയെറുക്കണം. നിങ്ങളുടെ ഇസ്മായിലിനെ ബലിയെറുക്കണം. ആരാണ് നിങ്ങളുടെ ഇസ്മായിൽ? ഇബ്രാഹിമിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ഇസ്മായിലിനെ മിനായിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ഇസ്മായിൽ ആരാണ്? നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയും നിങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇസ്മായിൽ. അതെന്തെന്ന് കണ്ടുപിടിക്കൂ. ദൈവത്തെ സമീപിക്കാൻ മിനായിൽ നിങ്ങൾ സ്വന്തം ഇസ്മായിലിനെ ബലിയർപ്പിക്കണം. അപ്പോ നിങ്ങൾ ആ ദൈവത്തെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇസ്മായിലിനെ ബലിയർപ്പിക്കണം എന്നാണ്. ഇസ്മായിലിനെ ബലിയർപ്പിക്കണം. നിങ്ങളുടെ ഇസ്മായിൽ ആരാ? നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നവരാരോ? അതല്ല എങ്കിൽ നിങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്ന നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരാരോ? അതാണ് നിങ്ങളുടെ ഇസ്മായിൽ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിന്മയുടെ പ്രതീകമായി കാണുകയാണ് ജമാഅത്തുകാരൻ. എന്താ ഇസ്മായിലിനെ അറുക്കണം? ഇബ്രാഹിം നബി അർത്ഥോ? ഇസ്മായിലിനെ ഇബ്രാഹിം നബി അർത്ഥോ? അറുത്തിട്ടില്ല, അർക്കാൻ കൊണ്ടുപോയി. അതെന്താ? ഇസ്മായിൽ തിന്മയായത് കൊണ്ടാണോ? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിന്മയുടെ പ്രതീകമായി കണ്ടത് ജൂതന്മാരാണ്, സാമ്രാജ്യത്വ ലോബിയാണ്. നാട് നിങ്ങളെ ഇറങ്ങി നടന്നിട്ട് സാമ്രാജ്യത്വ വിരോധമെന്ന് പറഞ്ഞ് ആളുകളെ കുപ്പിയിലിറക്കിയിട്ട് ആ സാമ്രാജ്യത്വത്തിന്റെ അജണ്ടകളെ കേരള സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തുകാരാ ആ യഹൂദ ലോബി, സാമ്രാജ്യത്വ ശക്തികൾ. അവർക്കാണ് ഇസ്മായിൽ അലൈഹിസ്സലാം തിന്മയുടെ പ്രതീകം. കാര്യം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിലി പരമ്പരയിലുള്ള ആളാണ്. അവര് പ്രതീക്ഷിച്ച, ജൂതന്മാർ പ്രതീക്ഷിച്ച അന്തിമ പ്രവാചകൻ ഇസ്ഹാഖിയ പരമ്പരയിലാണ് വരേണ്ടത് എന്ന് ചിന്തിച്ചവരാണ് യഹൂദികൾ. മുഹമ്മദ് നബി അന്തിമ പ്രവാചകനാണെന്ന് യഹൂദികൾക്കറിയാം, ജൂതന്മാർക്കറിയാം. പിന്നെന്തേ നബിയിൽ വിശ്വസിക്കാതിരുന്നത്? തങ്ങളുടെ ആ പരമ്പരയിൽ വന്നില്ല, ഇസ്മായിലി പരമ്പരയിൽ വന്നു. ഇസ്ഹാഖ് നബിയുടെ സഹോദരൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ട അറബികൾക്കിടയിലാണ് മുഹമ്മദ് നബി വന്നത് എന്ന ഒറ്റ കാരണത്താലാണ് ജൂതന്മാർ വിശ്വസിക്കാതിരുന്നത്. ആ ജൂതന്മാരാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിന്മയുടെ പ്രതീകമായി കണ്ടത്. ആ ഇസ്മായിലിനെ തിന്മയുടെ പ്രതീകമായി കണ്ട് നിങ്ങൾ ഇസ്മായിലിനെ ബലിയെറുക്കണമെന്നാണ് 1987 ആഗസ്റ്റ് മാസം പുറത്തിറങ്ങിയ പ്രബോധനത്തിൽ പറയുന്നത്. എന്നിട്ട് പറയണ നോക്കൂ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബ്രാഹിം നബി ബലിയെറുക്കാൻ കൊണ്ടുപോയ രംഗത്തെ സംബന്ധിച്ച് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആകെ പ്രശ്നമായിന്നാ, ഇസ്മായിലിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോഴേ ആകെ പ്രശ്നമായിന്നാ. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകന് ഇത് അന്തസംഘർഷം സൃഷ്ടിച്ചു. ഉണ്ടോ?
ആകെ സംഘർഷമായി. മാത്രല്ല പിശാചും അള്ളാഹുവും തമ്മിലുള്ള സംഘട്ടനത്തിൽ ഇബ്രാഹിം പരാജയപ്പെട്ടു. എന്താ പറഞ്ഞത്? അതേ പിശാചും അള്ളാഹുവും തമ്മിലുള്ള സംഘട്ടനത്തിൽ തോറ്റതാര? ഇബ്രാഹിം നബി. മുഴുവൻ പൊളിച്ചു അല്ലേ? അള്ളാഹും പിശാചും തമ്മിൽ സംഘട്ടനോ? എന്താ ഈ പറയുന്നത്? അവിടെ ഇബ്രാഹിം നബി തോക്കുകയോ? ഇബ്രാഹിം നബി തോറ്റോ? തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും രംഗത്ത് തോറ്റോ? എന്ന് ഖുർആൻ പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം തോറ്റിട്ടില്ല. നേരെ മറിച്ച് പൂർത്തിയാക്കിയ ആളാണെന്ന് ഖുർആൻ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം അല്ലദീ വഫാ എന്ന് ഖുർആൻ പഠിപ്പിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു ശൈത്താനും തമ്മിലുള്ള സംഘട്ടനത്തിൽ ഇബ്രാഹിം നബി തോറ്റു എന്ന് എഴുതി വെച്ച ജമാഅത്തുകാരാ, ഇത് വെറുതെ പറയാ? ഇന്നും ഈ തത്തം അടിച്ചു വിറ്റ് കാശാക്കണുണ്ടല്ലോ ഹജ്ജ് എന്ന പുസ്തകത്തിലൂടെ. ഇത് 1987 പ്രബോധനത്തിൽ വന്നുപോയൊരു ലേഖന. ഇന്നും IPH ബുക്കിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യം ഇത്. അള്ളാഹു ശൈത്താനും തമ്മിൽ സംഘടന ഉണ്ടായിട്ട് ഇബ്രാഹിം നബി തോറ്റുപോയി. ആ തത്തം എഴുതി പഠിപ്പിച്ച ജമാഅത്തുകാരൻ ഇവിടെ വന്ന് ഇബ്രാഹിം നബിയുടെ ചരിത്രം മുജാഹിദിൽക്ക് പറയണത് നല്ല തന്നെ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ആയത്തോതി ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ. നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വികല രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ആ വികല രാഷ്ട്രീയത്തിന്റെ വാഗ്ദാവായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പ്രവാചകന്മാരോട് ചെയ്യുന്ന അക്രമമാണ്, അനീതിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന വിവരം അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആ വിഷയം പറയുന്നില്ല. വേണ്ടി വന്നാൽ ഇനിയും നമ്മുടെ ബഹുമാനപ്പെട്ട മൗലവി വരാൻ തയ്യാറാണ് എന്ന വിവരം ഇവിടുത്തെ ജമാഅത്ത് സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ട്. മൗലവിയെ കൊണ്ടുവന്ന് വിശദീകരിച്ചതിനു ശേഷം ബാക്കി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മൗലവിക്ക് വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. സദറുദ്ദീൻ മൗലവിക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ മുജാഹിദ് മൗലവിമാർ അംഗീകരിച്ചു എന്നുകൊണ്ട് ഒരുപാട് അൽമുർഷിദൊക്കെ. അൽമുർഷിദിന്റെ കഥയൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അൽമുർഷിദിന്റെ കഥയൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നത്തോട് നമുക്ക് തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്താ പറയണെന്നറിയോ? എന്താണ്? ഒരു കാലഘട്ടത്തിൽ ഈ മൗദൂദിയെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. KM മൗലവി അംഗീകരിച്ചിട്ടുണ്ട്, അൽമുർഷിദ് ലേഖനം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ശരിയാണ്, വളരെ ശരിയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി കുറച്ചുകൂടി വിശദമായി നിങ്ങൾക്കത് മനസ്സിലാകണമെന്നുണ്ടോ? ആ വിഷയം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് ഉമർ മൗലവിയുടെ പുസ്തകമാണ്, ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം. ഇതൊക്കെ ഒന്ന് നന്നായി വായിച്ച് പഠിച്ചാൽ മതി. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ആ മൗദൂദിയെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയ കാലഘട്ടമുണ്ട്. മൗദൂദി സാഹിത്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പഠിക്കുന്നതിന് മുമ്പ്, മനസ്സിലാക്കുന്നതിന് മുമ്പ്, ആ മൗദൂദി ആവിഷ്കരിച്ച സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പഠിക്കുന്നതിന് മുമ്പ് ലോക ചലനങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്ന ഇസ്ലാഹി പ്രസ്ഥാന മൗദൂദിയെയും കണ്ടിട്ടുണ്ട്. ഒരു സംശയവും ആ വിഷയത്തിലില്ല. കേരളത്തിൽ തന്നെ മൗദൂദി സാഹിബിന്റെ ചിന്താഗതി കടന്നു വന്നത് ഉമർ മൗലവിയുടെ ഔദാര്യത്തിലാണ് എന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു പക്ഷേ വിസ്മരിക്കുമെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി ഉമർ മൗലവി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്വന്തം മിമ്പറാണ് ഹാജി സാഹിബിന് വേണ്ടി ഉമർ മൗലവി ഒഴിഞ്ഞു കൊടുത്തത്. കാരണം എന്താ? ഹക്കിന് വേണ്ടി സത്യമാണ് പറയുന്നത്, ഇവർ സത്യത്തിന്റെ അഹ്ലുകാരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ ചുളിവിലൂടെ കയറി വന്നവരാ ജമാഅത്തെ ഇസ്ലാമിക്കാർ. അല്ലെങ്കിലും പണിയെടുത്തിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ എവിടെയെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം അവർ ആക്ഷേപിക്കുന്ന ഖണ്ഡന പ്രസംഗവും വാദപ്രതിവാദമൊക്കെ നടത്തി അങ്ങനെ ഫലഭൂഷ്ടമായൊരു മണ്ണിൽ കൊണ്ടുവന്ന് ചെടി നടാനല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഈ ലോകത്ത് നിന്ന് വരെ പണിയെടുത്തിട്ട് ഒരു പഞ്ചായത്ത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു വാർഡ് ഉണ്ടാക്കാനോ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള ജമാഅത്ത് കോട്ടകൾ പോലും ഒരു കാലഘട്ടത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ അധ്വാനത്തിന്റെ ഫലമാണെന്നത് അവർ തന്നെ വിലയിരുത്തതല്ലേ? ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്ന അബ്ദുള്ളയുടെ പുസ്തകം വായിച്ചു നോക്കൂ. ചേതമംഗലൂര് പോലുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ വന്ന മാറ്റം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നത് അതിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഇനി അത് KM മൗലവി മാത്രം തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയാൻ കഴിയോ? ഇല്ല. KM മൗലവി മാത്രമല്ല, ഉമർ മൗലവിയെ മാത്രമല്ല, പഴയകാല മുജാഹിദ് നേതാക്കന്മാരെ മാത്രമല്ല മൗദൂദി സാഹിബ് തെറ്റിദ്ധരിപ്പിച്ചത്. നേരെ മറിച്ച് അതേ ഇന്ത്യ രാജ്യം കണ്ട, ലോകം കണ്ട മഹാന്മാരായ പല പണ്ഡിതന്മാരെയും മൗദൂദി സാഹിബ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എന്തേ? KM മൗലവിയിൽ മാത്രം ഒതുങ്ങിപ്പോയി? കേട്ടോളൂ. മൻസൂർ നുഅ്മാനി, അബുൽ ഹസൻ അലി നദവി,
സയ്യിദ് മുഹമ്മദ് ജഅഫർ നദ്വി, ഖമറുദ്ദീൻ ഖാൻ, ഖാസി അബ്ദുൽ ജബ്ബാർ സാഹിബ്, ഹക്കീം അബ്ദുറഹീം അഷ്റഫ്, അബ്ദുൽ ഗഫാർ ഹസൻ സാഹിബ്, ഡോക്ടർ അസ്റാർ അഹമ്മദ്, മൗലാന അമീൻ അഹ്സൻ ഇസ്ലാഹി, വഹീദുദ്ദീൻ ഖാൻ, ഹക്കീം ഉബൈദുല്ലാ ഖാൻ തുടങ്ങിയ ലോകം കണ്ട, ഇന്ത്യ കണ്ട പ്രഗത്ഭരായ പല പണ്ഡിതന്മാരെയും മൗദൂദി സാഹിബ് കുപ്പിയിലിറക്കിയിട്ടുണ്ട്. അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ആരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. അതുപോലെ സംഘടനയുടെ പ്രമുഖ നേതാക്കന്മാരുടെ ഒരാളായിരുന്നു അലിമിയാൻ അഥവാ അബുൽ ഹസൻ അലി നദ്വി. സംഘടനയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല നേതാക്കന്മാരിൽ പെട്ടതാണ്. 6 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മൗദൂദിയുടെ പോക്ക്. രാജിവെച്ച് പുറത്തു പോകുന്ന പുസ്തകം എഴുതി മൗദൂദിക്കെതിരെ പുസ്തകം എഴുതി. ഇന്നൊരാൾ ചോദിക്കണല്ല, അബുൽ ഹസൻ അലി നദ്വി പണ്ട് മൗദൂദിയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആളെ തിരിച്ചറിഞ്ഞപ്പോ തിരിച്ചും പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ, ഇയാള് മോശമാണെന്ന് കണ്ടപ്പോ തിരിച്ചും പറഞ്ഞു. അതുപോലെ തന്നെ മൻസൂർ നൊമാനി ആരാ? ജമാഅത്ത് ഇസ്ലാമി അറിയാത്ത ആളല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണ യോഗത്തിലെ നായിബ് അമീറായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അസിസ്റ്റന്റ് അമീറായിരുന്നു മൻസൂർ നൊമാനി. മൗദൂദിയുടെ വലം കൈയായിരുന്നു. അങ്ങനെ മൗദൂദിയുമായുള്ള ഇടപെടലുകളിൽ മൗദൂദിയുടെ വികലമായ ചിന്തകൾ മനസ്സിലാക്കി അദ്ദേഹം പുറത്തേക്ക് പോന്നു. അതുപോലെ സ്ഥാപക നേതാക്കളിൽ മറ്റൊരാളാണ് ആര്? സയ്യിദ് മുഹമ്മദ് ജഅഫർ നദ്വി. അദ്ദേഹവും മൗദൂദിയെ തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് പോന്നു. ഖമറുദ്ദീൻ ഖാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഥമ കയ്യുമായിരുന്നു. ഈ പറയപ്പെട്ട ഖമറുദ്ദീൻ ഖാൻ ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിഞ്ഞപ്പോൾ പരസ്യമായി രാജിവെച്ച് പുറത്തു പോന്നു. അതുപോലെ ഖാസി അഹമ്മദ് അബ്ദുൽ ജബ്ബാർ സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖ നേതാവായിരുന്നു. അതുപോലെ തന്നെ ഹക്കീം അബ്ദുറഹ്മാൻ അഷ്റഫ് പാക് ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര ശൂറ കമ്മിറ്റി അംഗമായിരുന്നു. അൽമുനീർ വാരിയുടെ പത്രാധിപരായിരുന്നു, പുറത്തേക്ക് പോന്നു. അതുപോലെ തന്നെ അബ്ദുൽ ഗഫാർ ഹസൻ സാഹിബ് മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. മൗദൂദി സാഹിബുമായി ബന്ധപ്പെടുകയും മൗദൂദി ചിന്താഗതികൾ വെച്ച് പുറത്തുകയും ചെയ്ത ആളാണ്. അദ്ദേഹം പുറത്തു പോന്നു. അതുപോലെ തന്നെ ഒരുപാട് മൗലാന അമീൻ അഹ്സൻ ഇസ്ലാഹി, ഇങ്ങനെ ഒരുപാട് ആളുകൾ ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ മൗദൂദി സാഹിബിന്റെ ചിന്തകൾ നല്ലതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയോ അതല്ലെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതല്ലെന്ന് മനസ്സിലാക്കുകയോ അത് കാലികമാണ് എന്ന് ചിന്തിക്കുകയോ ചെയ്യുകയും പിന്നീട് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തേക്ക് പോരുകയും ചെയ്ത ആളുകളാണ്. അതുപോലെ തന്നെയാണ് കെ മൗലവി സാഹിബും. അൽ മുർഷിദിൽ ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ലേഖനങ്ങൾ വരുമായിരുന്നു. അൽ മുർഷിദിൽ മൗദൂദിയുടെ ലേഖനങ്ങൾ പരിഭാഷപ്പെടുത്തി വരുമായിരുന്നു. അതൊക്കെ എടുത്തിട്ടാണ് സുലൈമാൻ നദ്വിയെ പോലുള്ള ആളുകൾ ലേഖനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ജീവിക്കുന്നത്. അതല്ല ഇവിടെയും വായിച്ചത് ആവർത്തിച്ച്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അതേ അൽ മുർഷിദ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേ അൽ മുർഷിദ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേ കെ മൗലവി തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയുകയല്ല. ഇവിടെ മൗലവി ഉയർത്തി കാണിക്കുകയും ഇന്നിവിടെ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയും ചെയ്യുന്ന ഒരു അൽ മുർഷിദാണിത്. ഈ അൽ മുർഷിദിൽ വളരെ വ്യക്തമായി കാണാം. കേട്ടോളൂ. മൂന്നാമത്തെ അഭിപ്രായം തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ആ തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ 3 അഭിപ്രായങ്ങളിൽ മൂന്നാമത്തെ അഭിപ്രായം ആരാധന, അനുസരണം, അടിമവേല എന്നീ 3 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമായിരിക്കലാണ് തൗഹീദ് എന്ന് ചിലർ വാദിക്കുന്നു. അതായത് ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കുക, വേറെ യാതൊന്നിനെയും ആരാധിക്കാതിരിക്കുക, അള്ളാഹുവിന് അടിമവേല ചെയ്യുക, വേറെ ആർക്കും അടിമവേല ചെയ്യാതിരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുക, വേറെ ആരുടെയും കൽപ്പനയ്ക്ക് വഴിപ്പെടാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ കൂടിച്ചേർന്നതാകുന്ന തൗഹീദ്. അപ്പോൾ വേറെ യാതൊരു വസ്തുവിനും ആരാധിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും അടിമവേല ചെയ്യുന്ന പക്ഷം അവൻ കാഫിറും മുശ്രിക്കുമാണെന്ന് ഈ അഭിപ്രായക്കാർ സിദ്ധാന്തിക്കുന്നു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികളിൽ പലർക്കും അടിമകളുണ്ടായിരുന്നുവല്ലോ. അവർ ആ യജമാനന്മാർക്ക് അടിമവേല ചെയ്തു എന്നത് ഒരു യഥാർത്ഥ വസ്തുവാണ്. ഈ അടിമകളെ സംബന്ധിച്ചും അവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ച യജമാനന്മാരെ സംബന്ധിച്ചും എന്തു പറയണമെന്ന് ആലോചിക്കുമ്പോൾ എന്റെ ദേഹം തളരുന്നു. ഈ അഭിപ്രായക്കാരോട് എനിക്ക് സഹതാപം തോന്നുന്നു. ഇതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരുവൻ അള്ളാഹു അല്ലാത്തവരുടെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്ന പക്ഷം അവൻ കാഫിറും മുശ്രിക്കുമാണെന്ന ഈ അഭിപ്രായ പ്രകാരം വന്നു ചേരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഈ അഭിപ്രായക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കാരാകുന്നു. അപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ലേഖനം അൽ മുർഷിദിൽ വരികയാണ്. ഇനിയും കേട്ടോളൂ, ഇനിയും കാണാം. അതെ, മറ്റൊരു അൽ മുർഷിദ്, ഒരു അൽ മുർഷിദ് മാത്രമല്ല. കേട്ടോളൂ, ഖുർആനിൽ നിന്നുള്ള ഒരു വചനമാണിത്. ഏത്? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്നത്.
മുഴുവൻ ആയത്തെല്ലാം ആശയത്തിന്റെ ഒരു അംശം. വളരെയധികം ആളുകൾ ഈ വചനത്തിന്റെ സാരത്തിൽ വഴിപിഴച്ചു പോയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചുകൊണ്ട് ഇരുകൂട്ടരും ആയുധം വെച്ചപ്പോൾ ഖവാരിജുകൾ പ്രസ്തുത വചനം പൊക്കിപ്പിടിച്ച് ഇരുകക്ഷികളെയും കാഫിറാക്കി. ഇപ്പോൾ നമ്മുടെ ഇടയിൽ പുതുതായി ഉത്ഭവിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി അനിസ്ലാമിക ഗവൺമെന്റിൽ ഉദ്യോഗം വഹിക്കുന്നതും അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും സ്ഥാനാർത്ഥിയാകുന്നതും വോട്ട് ചെയ്യുന്നതുമെല്ലാം ശിർക്കും കുഫ്റുമാണെന്ന് വാദിക്കുകയും അതിലേക്ക് തെളിവായി പ്രസ്തുത വചനം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിനും അൽ മുർഷിദ് മറുപടി എഴുതി കൊടുക്കുകയാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ച സദറുദ്ദീൻ മൗലവിയുടെ സീഡ് നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കോ. അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു കാലത്ത് കെ എം മൗലവി അംഗീകരിച്ചു, ഇപ്പോഴത്തെ മുജാഹിദീങ്ങൾ അംഗീകരിക്കുന്നില്ല. അൽ മുർഷിദ് അംഗീകരിച്ചു ആരെ? ജമാഅത്ത് ഇസ്ലാമിയെ. ഇപ്പോഴത്തെ മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല എന്നാണ് സദറുദ്ദീൻ മൗലവി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അൽ മുർഷിദ് ഉദ്ധരിച്ചിട്ടാണ് അൽ മുർഷിദിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വന്ന ലേഖനങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇനി കെ എം മൗലവി അംഗീകരിച്ചോ നിങ്ങളെ? അങ്ങനെയാണല്ലോ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. കെ എം മൗലവി അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. എന്റെ കയ്യിലുള്ളത് 1953 കാലഘട്ടത്തിലെ അൽമനാറാണ്. 1953 കാലഘട്ടത്തിൽ ഈ അൽമനാറുകളിൽ തുടർച്ചയായി വന്ന ലേഖനങ്ങളുണ്ട്. ആ ലേഖനങ്ങൾ എന്താണെന്നറിയുമോ? ജമാഅത്തെ ഇസ്ലാമിയും ഇബാദത്തും. ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടി ആരാ എഴുതിയത്? കെ എം മൗലവി. ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗണ്ഡശയായി അൽമനാർ പ്രസിദ്ധീകരിച്ചു വന്ന ലേഖനം എത്രയോ സുദീർഘമാണ് ഈ ലേഖനം എന്നറിയുമോ? കെ എം മൗലവി 1953 കാലഘട്ടങ്ങളിൽ എഴുതിയ ലേഖനമാണ് ഇതിലുള്ളത്, ഈ സമാഹാരത്തിലുള്ളത്. ഇനി നിങ്ങൾക്കറിയോ, ടി മുഹമ്മദ് സാഹിബ് ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് പറയുന്ന പുസ്തകം കെ എം മൗലവിക്ക് മറുപടി എഴുതിയ പുസ്തകമാണിത്. എന്താ സദറുദ്ദീൻ മൗലവി ചരിത്രം പഠിക്കണ്ടേ? നിങ്ങൾ വലിയ ചരിത്രകാരനാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു പലരും. മാത്രമല്ല, ഇടക്കിടക്ക് നിങ്ങൾ ഒരുപാട് ചരിത്രം പറയുന്നുണ്ടല്ലോ. എന്നാൽ ചരിത്രം പഠിക്കണ്ടേ? കെ എം മൗലവി, ആ മൗലവി ജമാഅത്തെ ഇസ്ലാമി സമർത്ഥിച്ച തൗഹീദ്, ആ തൗഹീദ് ഇസ്ലാമികമല്ല, അതല്ല തൗഹീദ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലേഖനം എഴുതി. അതിന് മറുപടിയാണ് ടി മുഹമ്മദ് സാഹിബ് എഴുതിയ ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് പറയുന്ന പുസ്തകം. മറുപടി കിട്ടിയോ? കിട്ടിയില്ല. തികഞ്ഞില്ലെങ്കിൽ പറയൂ, ബാക്കി പിന്നെയും പറഞ്ഞു തരാം. അൽ മുർഷിദിൽ കെ എം മൗലവി പ്രശംസിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ മുജാഹിദ് നേതാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിലുള്ള മുജാഹിദ് പണ്ഡിതന്മാരാണ് ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നത്, മുമ്പില്ലായിരുന്നുവെന്ന ആ തെറ്റിദ്ധാരണ പറഞ്ഞു പരത്താൻ ശ്രമിക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നുമല്ല, കെ എം മൗലവി അവിടെ നിൽക്കട്ടെ, അൽ മുർഷിദ് അവിടെ നിൽക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്കാർ മൗദൂദി അംഗീകരിച്ചിട്ടുണ്ടോ? ഒന്ന് അത് കേൾക്കട്ടെ. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർ മൗദൂദി അംഗീകരിച്ചോ? ഇവിടെ മൗദൂദിയുടെ മധു പറയാം കുനിയിൽ വന്നിട്ട്. എന്നാൽ ഈ പാവപ്പെട്ട മൗദൂദിയെ തെരുവോരങ്ങളിൽ പിച്ചു ചീന്തിയവരാരാ? ആരാണ് പിച്ചു ചീന്തിയത്? പറയണം നിങ്ങൾ ഇവിടെ. ആരാ പിച്ചു ചീന്തിയത്? കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മൗദൂദിയെ പറ്റി പറഞ്ഞ് മൗദൂദി ഇവിടുന്ന് പോയതിനു ശേഷം ഞങ്ങളും മൗദൂദിയും തമ്മിൽ ഒരു ബന്ധമില്ലാതാണ്. ഞങ്ങളും മൗദൂദിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. മൂപ്പര് പണ്ട് ഇവിടുന്ന് ചാടിപ്പോയതാണ്. അങ്ങനെ പോയതിനു ശേഷം ഒരു ബന്ധമില്ലെന്ന് എത്ര സ്ഥലത്ത് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മതേതര ഭാരതത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. അത് എത്ര പ്രബോധനത്തിൽ അങ്ങനെ ഇവിടുന്ന് പോയതിനു ശേഷം ഞങ്ങൾ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. മൗദൂദി തള്ളിക്കളഞ്ഞില്ല. ഈ അടുത്ത സമയത്ത് എന്താ പറഞ്ഞു കേട്ടോളൂ, അമീർ പറയട്ടെ. ശരിക്ക് ഈ സയ്യിദ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ സംഗതിയെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ബന്ധം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കളിൽ ഒന്നാമത്തെ ആളായിരുന്നു സയ്യിദ് അബുല്ലാല മൗദൂദി. 1941 ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘത്തിന് അവിഭക്ത ഭാരതത്തിൽ അദ്ദേഹം രൂപം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം 10-70 പണ്ഡിതന്മാർ വേറെയും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ സാമ്രാജ്യത്വത്തിന്റെ കൂടെ വന്നിട്ടുള്ള മുഴുവൻ പാശ്ചാത്യൻ ദർശനങ്ങളോടുമുള്ള മൗലികമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി 1941 രൂപം നൽകപ്പെടുന്നത്. സയ്യിദ് മൗദൂദി അതിനു മുൻപേ എടുത്തു. പക്ഷെ ആ
രൂപീകരണ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സംഘടനയുടെ മൗലിക പ്രമാണങ്ങൾ ഖുർആനും പ്രവാചകചര്യയും ആയിരിക്കും. അത് മാത്രമായിരിക്കും. മാത്രമല്ല, പ്രവാചകനായിരിക്കും സത്യത്തിന്റെ മാനദണ്ഡം. പ്രവാചകനല്ലാത്ത ഒരാളെയും സത്യത്തിന്റെ മാനദണ്ഡമായി ഈ സംഘം അംഗീകരിക്കുകയില്ല. സത്യവാന്മാർ എല്ലാവരും ഉണ്ടാകാം, പലരും ഉണ്ടാകാം, പക്ഷെ സത്യത്തിന്റെ മാനദണ്ഡം അത് മാത്രമായിരിക്കും. എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു നിലപാടിൽ എന്റെ വ്യക്തിപരമായ സ്വാധീനം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് അതിന്റെ സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒരു സംഘടനയായിരിക്കും. ഇത് 1941. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന ഇന്ത്യയിലെ സംഘം രൂപപ്പെടുന്നത് 1948-ലാണ്. 1950-ലാണ് നമ്മളൊരു റിപ്പബ്ലിക്കായി മാറുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ജനത എന്താണ്, ഇന്ത്യ എന്ന രാഷ്ട്രം എന്താണ് എന്ന് നമ്മൾ തന്നെ നിർവചിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന നിർവചനം നമ്മുടെ നിർവചനമായിരുന്നില്ല, പാശ്ചാത്യ നിർവചനമായിരുന്നു. ഇന്ത്യയെ നിർവചിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്, റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷമാണ്. അന്ന് മുതൽ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു ജനാധിപത്യമുണ്ട്. അന്ന് മുതൽ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്ന ഒരു മതേതരത്വമുണ്ട്. അന്ന് മുതൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമുണ്ട്. 1948 രൂപീകൃതമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സിദ്ധാന്തത്തെയും വിശകലനം ചെയ്തുകൊണ്ട് അതിനനുഗുണമായിട്ടുള്ള, അതുമായി ഏറ്റുമുട്ടാത്ത നിലപാടുകൾ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സയ്യിദ് മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടപ്പാടുണ്ട്. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല. ഖുർആനും പ്രവാചകചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? അവസാനിപ്പിക്കാം. നന്ദി. കണ്ടോ? അപ്പോ ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇപ്പൊ പറഞ്ഞാണ്. അതോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ എന്തായിരുന്നു? ഇതുവരെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മൗദൂദി ആവിഷ്കരിച്ചതാണ്, മൗദൂദിയുടെ സിദ്ധാന്തമാണ്. ഇന്നും ജമാഅത്തെ ഇസ്ലാമി അത് തന്നെയാണ്. പക്ഷേ അത് പറയാൻ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറായ ആരിഫ് അലി സാഹിബിന് പോലും കഴിയുന്നില്ല. ആരിഫ് അലിക്കില്ലാത്ത ബാധ്യത ഞങ്ങൾക്ക് മൗദൂദിയുടെ എന്തിനാ? ജമാഅത്തെ ഇസ്ലാമിക്കാർക്കില്ലാത്ത ബാധ്യത ഞങ്ങൾക്ക് മൗദൂദിയുടെ എന്തിനാ? എന്നിട്ട് മൂപ്പര് ന്യായം ചമക്കുകയാണ്. എന്ത്? മൗദൂദി പണ്ട് ജനാധിപത്യത്തെ മതേതരത്തെ എതിർത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതേതരത്വം ഒന്നുമല്ല. നേരെ മറിച്ച് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതേതരത്വം ഉണ്ടായത് 1950-ലാണ്. ആ 1950 കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതേതരത്വം ഉണ്ടാകുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ജനാധിപത്യ മതേതരത്വത്തെയാണ് മൗദൂദി എതിർക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഇടയിലൂടെ ആരിഫ് അലി സാഹിബ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചോദ്യം അവിടെ കൊണ്ട് അവസാനിക്കോ? 1950 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതേതരത്വവും രൂപപ്പെട്ടിട്ട് ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാ വോട്ട് ചെയ്യാൻ പോയത്? 1975. എന്താ 25 കൊല്ലം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതേതരത്വവും മനസ്സിലായില്ലേ? 1950 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതേതരത്വവും രൂപപ്പെട്ടിട്ട് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ പോകുന്നത് 1975 കാലഘട്ടങ്ങളിലാണ്. ആർക്കാ വോട്ട് ചെയ്തത്? ജനസംഘത്തിന്, BJPക്ക്. ഇബാത്ത് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് ഇബാത്ത് ചെയ്യാൻ പോകും. വുളുവൊക്കെ എടുത്ത് കുളിച്ച് വൃത്തിയായി, വലിയ ശുദ്ധിയിൽ നിന്ന് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി, അങ്ങനെ വുളുവൊക്കെ എടുത്ത് നേരെ പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് അവിടെ നിന്നിട്ട് എന്തെടുക്കാണ്? ആദ്യത്തെ ഇബാദത്ത് ചെയ്യാണ്. ആർക്കാണ്? ഒറ്റ കുത്ത് BJPക്ക്. ജനസംഘത്തിന് വോട്ട് അല്ലേ? ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി, അതായത് നമ്മുടെ സദറുദ്ദീൻ മൗലവി പറഞ്ഞ എന്താ? ഇവിടെ RSSകാരുമായി യോജിച്ചിട്ട്
RSSകാരുമായി യോജിച്ചിട്ട് എന്ത് ചെയ്തു എന്നാ? RSSകാരോട് യോജിച്ചിട്ടൊരു പള്ളിക്കെതിരെ, മടവൂരുകൾ വെച്ചൊരു പള്ളിക്കെതിരെ ഞങ്ങൾ കേസ് കൊടുത്തു, KNMകാർ കേസ് കൊടുത്തു എന്നാ. വലിയ ചെലവൊന്നുമില്ല. സദറുദ്ദീൻ മൗലവി വാഴക്കാട് നിന്ന് വരാൻ തയ്യാറാണെങ്കിൽ സദറുദ്ദീൻ മൗലവിയുടെ വണ്ടിക്കൂലി, സദറുദ്ദീൻ മൗലവിക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം, ആ പറഞ്ഞ സ്ഥലത്ത് പോകാനുള്ള സൗകര്യവും അദ്ദേഹത്തിന് പോയി മടങ്ങി വരുന്നത് വരെയുള്ള ആവശ്യങ്ങൾ, അദ്ദേഹത്തിന് പ്രാഥമികമായി നിർവഹിക്കേണ്ട ആവശ്യങ്ങളും ചെയ്തു തരാൻ വ്യക്തിപരമായി ഞാനൊരുക്കമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ഡോക്യുമെന്ററി തയ്യാറാക്കാൻ സദറുദ്ദീൻ മൗലവി തയ്യാറുണ്ടോ? കുനിയിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയാൽ പോരാ. എന്തായി പറയുന്നത്? പ്രാദേശികമായി പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അത് സംഘടനയുടെ പേരിൽ വെച്ച് കെട്ടുക എന്ന നിലപാട്, ആ നിലപാട് ഒരിക്കലും ഒരു നല്ല അഡ്രസ്സുള്ള അല്ലെങ്കിൽ ബോധമുള്ള മാന്യതയുള്ള ഒരു സംഘടനയ്ക്ക് വെച്ചല്ല. ആക്ഷേപം ആർക്കും പറയാം, എന്തെങ്കിലുമൊക്കെ ആരോപണം പറയാം, പക്ഷെ തെളിവ് കൊണ്ടുവരണം. സദറുദ്ദീൻ മൗലവി തയ്യാറുണ്ടോ? അദ്ദേഹത്തിന്റെ ചെലവ്, അവിടെ പോയി വരുന്ന കൊല്ലം ജില്ലയിലെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി തിരിച്ചെത്തുന്ന വാഴക്കാടെത്തുന്നത് വരെയുള്ള ചെലവുകൾ വ്യക്തിപരമായി ഞാൻ വഹിക്കാൻ തയ്യാറാണ്. അദ്ദേഹം തയ്യാറാകും. മാന്യനാണെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഒരു വീഡിയോ ഡോക്യുമെന്ററി തയ്യാറാക്കാം. അങ്ങനെ KNM ചെയ്തിട്ടുണ്ടെങ്കിൽ ആ KNMനെ എതിർക്കാൻ മുജാഹിദുകൾ ഉണ്ടാവൂലേ? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഈ RSS ബാന്ധവം പറഞ്ഞ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ RSSകാർക്ക് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ ജമാഅത്തുകാരാ നിനക്കത് പറയാനെന്ന അവകാശം? കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ സാക്ഷാൽ സംഘപരിവാര ശക്തികളെ സ്ഥാനാർത്ഥിയാക്കി നിങ്ങളെന്ന് പറഞ്ഞത്, എഴുതിയത് സാക്ഷാൽ O. അബ്ദുള്ള സാഹിബാണ്. വെറുതെ പറയുകയല്ലേ. O. അബ്ദുള്ള സാഹിബ് എഴുതിയൊരു ലേഖനുണ്ട്, 2ാം റൗണ്ട് ഇടിക്ക് കാത്തിരിക്കണമെന്ന ലേഖനത്തിന്റെ പേര്. ഒരിടി കിട്ടി, ഉള്ളവൻ കൊണ്ട് പോയാൽ പോരെ. കാരണം വെച്ചാൽ മാറ്റത്തിന്റെ ഒരു വോട്ട് എന്ന് പറഞ്ഞ് ചെന്നിട്ട് നല്ലവണ്ണം കേരളത്തിലെ ജനത കൈകാര്യം ചെയ്തു. എന്നാലും ചാടി എടിയിട്ട് ഒരു പ്രശ്നമില്ലാന്ന് ആ പറച്ചിലൊക്കെ കേട്ടാൽ ആലോചിക്കൂ. ഇപ്പൊ നിങ്ങൾ ഇറങ്ങിയതും അത് തന്നെയല്ലേ, ആ ബേജാറ് കൊണ്ടല്ലേ. ഈ കേരളത്തിലെ ജനത നിങ്ങളെ മാറ്റി നിർത്തി, അത് നിങ്ങൾക്ക് മനസ്സിലായി. കാര്യം എന്താ? പെട്ടി പൊട്ടിച്ചപ്പോ ഒരു വോട്ട്, മാറ്റത്തിലൊരു വോട്ട് എന്ന് വെറുതെ ഇവർ എഴുതി വെച്ചാ അത് അങ്ങനെ തന്നെ സ്വീകരിച്ചു. എന്ത് നല്ല ജനത, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാ കേഡർ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെ അത് അവർ നടപ്പാക്കും. മാറ്റത്തിന് ഒരു വോട്ട് വെച്ചാൽ 2 വോട്ട് കൊടുക്കൂല, ഒറ്റ വോട്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, സംഗതി അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് സ്ഥാനാർത്ഥി മറ്റേ പാർട്ടിക്ക് വോട്ട് ചെയ്തത്. ഈ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, മൂപ്പര് മുതുവൊക്കെ ചെയ്തെടുത്ത് അവിടെ ചെന്ന് നോക്കുമ്പോൾ കുത്തിയത് പഴയ സ്ഥലത്തായിപ്പോയി, മാറി ഇങ്ങോട്ട് വീടില്ല. പിന്നെ ഈ കിട്ടിയ വോട്ട് ആരുടെയാണ്? അത് കെട്ടിയുടെ വോട്ടാണ്, ഭാര്യയുടെ വോട്ടാണ് ഇപ്പൊ വീണത്. വീട്ടിൽ വന്നപ്പോ എന്താണ് ഭാര്യ പറഞ്ഞു, അല്ല വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാ ഭാര്യ പറയണത്, ഞാനൊരു വോട്ട് ചെയ്ത് അതെന്തായാലും പെട്ടിയിലുണ്ട്. അല്ല, അപ്പൊ നിങ്ങളാർക്കാ വോട്ട് ചെയ്തത്? ഒരുപക്ഷെ ഇത് കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ തമാശ പറയല്ലേ, അത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, തെളിവുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അങ്ങനെ ചെയ്യുമെന്നതിന് തെളിവുണ്ട്. ഞാനത് കോമഡി പറഞ്ഞതല്ല, തമാശ പറഞ്ഞതല്ല. ഞാൻ മുമ്പൊന്ന് പറഞ്ഞു നോക്കി, ഇവര് മറുപടി പറയുമ്പോൾ വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. പക്ഷെ മറുപടി പറയുന്നില്ല. ഇവിടെ അടുത്തൊരു പ്രദേശം ഉണ്ടായിരുന്നു, സ്ഥലത്തിന്റെ പേര് അത്താണി എന്നാ. അവിടെ ഞാനിതൊരു തമാശ രൂപത്തിൽ പറഞ്ഞു, അപ്പൊ മറുപടി പറയട്ടെ എന്ന രൂപത്തിൽ കാത്തിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു മറുപടി അവിടെ കാണുന്നില്ല. സംഗതി സത്യമാണ്, ഞാൻ വെറുതെ പറയല്ല. KT എന്ന് പറഞ്ഞ ഇവർക്കൊരു മൗലവിയുണ്ട്. ആ മൗലവിയെ സംബന്ധിച്ച് അറിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം എഴുതുകയാണ്, ഈ പറയപ്പെടുന്ന KT എന്ന് പറയുന്ന മൗലവി, ആ മൗലവി എന്തെടുത്തു? വോട്ട് ചെയ്യാൻ പോയി. വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ഇയാളെയാണ് ജമാഅത്തെ ഇസ്ലാമി സംഭവകാലത്ത് തെരഞ്ഞെടുപ്പ് നയവിശദീകരണ വിഭാഗം മേധാവിയായി നിശ്ചയിച്ചത്. തെരഞ്ഞെടുപ്പ് ശിർക്കാണെന്ന് വിശ്വസിക്കുന്ന ഇയാൾ തന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി നിർവഹിച്ചു. പരമാവധി വോട്ട് താവൂത്തിന്റെ പെട്ടിയിലാക്കി കൊടുത്തു. സ്വർഗത്തിൽ 2ാമതൊരു സീറ്റ് കൂടി ഉറപ്പാക്കി. ജമാഅത്തെ ഇസ്ലാമിയിൽ കെലിമ പാടിക്കൂടുമ്പോൾ ഒരു സീറ്റ് ഉറപ്പാകുമല്ലോ, സ്വർഗത്തിൽ ഒരു സീറ്റ് ഉറപ്പാവും. ജമാഅത്തെ ഇസ്ലാമിയിൽ കെലിമ പാടിക്കൂടുമ്പോഴേ ഒരു സീറ്റ് സ്വർഗത്തിൽ ഉറപ്പാ. പിന്നെ വോട്ട് ജയിച്ച് അങ്ങനെ ഒരു താവൂത്തി ഗവൺമെന്റ് സഹായം ചെയ്യുന്ന രൂപത്തിലായി കഴിഞ്ഞപ്പോൾ 2ാമത്തെ സ്വർഗം ഉറപ്പായി.
സുഹൃത്തുക്കൾ ഇതനുസരിച്ച് വീട്ടിലെത്തി. സ്വീകരണവും സദ്യമൊക്കെ ഗംഭീരമായിരുന്നു. തുടർന്നാണ് മുകളിൽ പറഞ്ഞ കാര്യം വിശദീകരിച്ചത്. എന്താ സംഭവം കേട്ടോളൂ. ഇവിടം കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ നമ്മുടെ പാർട്ടിയോടും അതിന്റെ കറകളഞ്ഞ ആരാധനാമൂർത്തികളോടും തെല്ലെങ്കിലും മതിപ്പ് ബാക്കിയാകുമായിരുന്നു. പക്ഷേ കേട്ടി തന്റെ വാചകപ്പടയോട്ടം തുടർന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നു. കേട്ടിയും തന്റെ ഭാര്യയോട് നിർബന്ധമായും വോട്ട് ചെയ്യണമെന്ന പാർട്ടി വകയും ഭർത്തൃവകയുമുള്ള ശാസന 5 വരി വിപ്പിൽ പുറപ്പെടുവിച്ചു. ഭാര്യ വിളിച്ചിട്ട് 2 തരത്തിലാ ശാസന, ഒന്ന് ഭർത്താവ് എന്ന നിലയിലും 2 പാർട്ടിയുടെ നിലപാടെന്ന നിലയിലും. അങ്ങനെ പിന്നെ ഈ പെണ്ണിന് ഭാര്യയോട് പറഞ്ഞു. പക്ഷേ അവർ അതുവരെ പഠിപ്പിക്കപ്പെട്ട ശിർക്ക് ആ വർഷത്തെ പോളിസി പ്രോഗ്രാം അച്ചടി പൂർത്തിയായി ഇറങ്ങിയതോടെ ഫർളായി എന്ന് വിശ്വാസക്കാരിയാകാൻ മാത്രം ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കേട്ടിയുടെ വിശദീകരണത്തിൽ മനസ്സിലായത്. എന്നാൽ ഭർത്താവിനെ ധിക്കരിക്കുവാനും പാടില്ലല്ലോ. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ദീൻ കാര്യമാണ്. ഇത്തരം പാർട്ടികൾ എന്തു പറഞ്ഞാലും അനുസരിക്കുക എന്നത് ഇത്തരം ആരാധകർക്ക് ദീൻ കാര്യമാണല്ലോ, അല്ലെങ്കിൽ തങ്ങളുടെ ദീൻ കാര്യം മുടങ്ങും. അതുകൊണ്ട് അയാൾ ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താ? ഭാര്യയോട് ചോദിക്കുക, നീ എന്താ വോട്ട് ചെയ്തില്ലേ? കേട്ടി ചോദിക്കുകയാണ് ഭാര്യയോട്, നീ എന്താ വോട്ട് ചെയ്തില്ലേ? ആ ഭാര്യ, ഇല്ല, നിങ്ങൾ എന്താ വോട്ട് ചെയ്യാത്തത്? അല്ല, നിങ്ങൾ വോട്ട് ചെയ്യണില്ല, പിന്നെ എന്താ എന്നോട് വോട്ട് ചെയ്യാൻ പറയണത്? അപ്പൊ ഈ കേട്ടത്, ആര് പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തില്ലെന്ന്? നിങ്ങൾ വോട്ട് ചെയ്ത മഷി കാണിച്ചു തന്നാൽ ഞാനും വോട്ട് ചെയ്യാമെന്ന് ഭാര്യ. അപ്പോൾ കുറുക്കന്റെ ബുദ്ധിയുള്ള കേട്ടി നേരത്തെ ഇത് കണ്ടറിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെയും ഭാര്യയെയും പടച്ചവനെയും ഒറ്റയടിക്ക് പറ്റിക്കാനുള്ള പണിയൊപ്പിച്ചു വെച്ചിരുന്നു. അതെന്താ? കയ്യിൽ വോട്ട് കുത്തിയതുപോലെ മഷി തൂവിയത് ഭാര്യയ്ക്ക് കാണിച്ചു. ഞാൻ ഇപ്പൊ രാവിലെ പോയി സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ആ സുന്നത്തെടുത്തിട്ടാ വരുന്നത് എന്ന് പറഞ്ഞു. കണ്ടോ? ഭാര്യ അത് സത്യമാണെന്ന് വിശ്വസിച്ച് ഒരു പർദ്ദയും വലിച്ചിട്ട് ഇറങ്ങിപ്പോയി. പാപത്തിന്റെ ആ മഷിക്കറ തന്റെ വിരലിലും ജീവിതത്തിൽ ആദ്യമായി പതിപ്പിച്ചു. ആദ്യമായിട്ട് ആ ശിർക്ക് ചെയ്ത് ആ പാപത്തിന്റെ കറ തന്റെ കയ്യിലും പതിപ്പിച്ചു. വോട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോഴും കേട്ടി തന്റെ വിരലിലെ വ്യാജ മഷിക്കറ മായ്ച്ചു കളഞ്ഞിരുന്നതാ. ആ മഷിക്കറ മായ്ച്ചു കളഞ്ഞു. എവിടെ നിന്റെ മഷിക്കറ? ഭാര്യ തന്റെ മഷിക്കറ കാണിച്ചു കൊടുത്തു. അപ്പൊ കേട്ടിയത്, കണ്ടോ, എന്റെ മഷിക്കറ ഞാൻ മായ്ച്ചു കളഞ്ഞു. അപ്പൊ ഭാര്യ വയ്ക്കുക, അതെങ്ങനെയാ പോയേ? ആ സന്ദർഭത്തിൽ കേട്ടു പറയാം, ഞാൻ വോട്ട് കുത്തിയിട്ടില്ല, വെറുതെ പമ്പ് വെന്നിലെ മഷി പുരട്ടിയതായിരുന്നു മണ്ടത്തി. ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ആ സാധു കിട്ടിയ ആ ഒരു വോട്ട് കെട്ടിയോടെ വോട്ടാണ്, സ്ഥാനാർത്ഥി വോട്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല, നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമി ആരുടെ സൃഷ്ടി എന്ന് പറയുന്ന പുസ്തകം ഇത്. ഈ പുസ്തകം പുറത്തിറക്കിയത് PK ഹാഷിം ഹാജി എന്ന് പറയും. എറണാകുളം ജില്ലയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നെഞ്ചിലിട്ട് വളർത്തിയ PK ഹാഷിം ഹാജിയുടെ പുസ്തക. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് നന്നായിട്ട് അറിയാം ഹാഷിം ഹാജിയെ. ഞാൻ ഇതൊക്കെ എടുത്തെന്തിനാണെന്നറിയോ? എന്തിനാ എടുത്തെന്ന് വെച്ചാൽ വേറൊരു തത്വം കൂടെ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എടുക്കണത്? പ്രബന്ധങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലെ പിളർപ്പ് പ്രബന്ധങ്ങൾ, അങ്ങനെ ഓരോന്ന് ഇനിയും കെട്ടുകണക്കിന് വീട്ടിലുണ്ടെന്ന എടുത്ത് വെച്ചോ, തലകടായിട്ട് ഉപയോഗിക്കാം. ആ കെട്ടുകണക്കിന് വീട്ടിലുണ്ടെന്ന കൊണ്ടുപോയി കൊണ്ട് കാണട്ടെ. ഇനി മാന്യ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, അബുല്ല മൗദൂദി, ആ മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് ബാധ്യതയുള്ളത്? അമീർ പറഞ്ഞത് കേട്ടല്ലോ. ഇനി അടുത്ത കേസ് കേട്ടോളൂ. എന്താ സംഭവം അറിയോ? നമ്മുടെ ഇന്ത്യയിലെ, കേരളത്തിലെ, എറണാകുളം ജില്ലയിലെ അറിയപ്പെട്ടൊരു താവൂത്തുണ്ട്, ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എഴുതി കൊടുത്തു. എന്താ എഴുതി കൊടുത്തത് കേട്ടോളൂ. ഇത് റിട്ട് ഹർജിയാണ്, ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് ഹർജി. ആരാ കൊടുക്കണത്? IT ആരിഫ് അലി, നമ്മുടെ ആരിഫ് അലി സാഹിബാണ്. ഞാൻ ആരിഫ് അലിയാണ്. വയസ്സ് 49ആയി. വാപ്പാന്റെ പേര് അലവി എന്നാണ്. ഹാവിംഗ് മൈ ഓഫീസ് അറ്റ് സോണൽ ഓഫീസ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസാണ് എൻ്റെ ഓഫീസ്. മാത്രമല്ല, അത് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറാണ്, ഹിറാ സെന്ററിലാണ്, മാവൂർ റോഡിലാണ്, കോഴിക്കോടാണ്. അതിൻ്റെ പിൻകോഡ് അടക്കം കൊടുത്തിട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയും, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഹൈക്കോടതിയിൽ പോയി പറഞ്ഞ് എഴുതി കൊടുത്തത് എന്താണെന്നറിയോ? കേട്ടോളൂ. That exhibit P2 has not been published by the third respondent but an independent publishing house. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ഒരു പുസ്തകം സമർപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി. ദേശീയത്വം, മതേതരത്വം, ജനാധിപത്യം എന്ന് പറയുന്ന IPH പുറത്തിറക്കിയ പുസ്തകമാണ്, ഒരു താത്വിക വിശകലനം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് ആധുനിക മതേതരത്വ ജനാധിപത്യം ഒരു മുസ്ലിമിന്റെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ്. ഇസ്ലാമുമായി യോജിക്കുന്ന ഒറ്റ പോയിന്റ് പോലും ആധുനിക മതേതരത്വ ജനാധിപത്യത്തിൽ ഇല്ല. അതുകൊണ്ട് ആ വ്യവസ്ഥിതിയുമായി സഹകരിക്കൽ തെറ്റാണ്, അതിനെതിരെ പ്രവർത്തിക്കൽ മതകർത്തവ്യമാണ് എന്ന് എഴുതിയ മൗദൂദി സാഹിബിന്റെ പുസ്തകം ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി. ഇത് ഇന്ത്യ രാജ്യത്ത് സ്വീകരിക്കാൻ പറ്റുമോ?
അപ്പോൾ ആരിഫ് അലിയെ വിളിച്ചു. ആര്? ഹൈക്കോടതി വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇത് നിങ്ങളുടെ ബുക്കാണോ? ഈ പറയുന്ന ഈ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം എന്ന് പറയുന്ന ബുക്ക് നിങ്ങളുടേതാണോ? ഈ IPH എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനമാണോ എന്ന് ചോദിച്ചപ്പോ ഹക്ക് മാത്രം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്താ പറഞ്ഞെന്നറിയോ? ദാറ്റ് എക്സിബിറ്റ് P2 എന്ന് പറഞ്ഞാൽ ആ പുസ്തകം ഹാസ് നോട്ട് ബീൻ പബ്ലിഷ്ഡ് ബൈ ദ തേർഡ് റെസ്പോണ്ടന്റ്. അത് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചതല്ല. IPH പുറത്തിറക്കിയ ബുക്ക് ജമാഅത്തെ ഇസ്ലാമി ഇറക്കിയതല്ല. പിന്നെ ആരാ? ബട്ട് ആൻ ഇൻഡിപെൻഡന്റ് പബ്ലിഷിംഗ് ഹൗസ്. ഒരു സ്വതന്ത്ര ഏതോ ഒരു പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കിയ, എനിക്കറിയൂല. ആരിഫ് അലി ഇവിടെ വന്ന് പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ പേരെന്താ? സദറുദ്ദീൻ മൗലവി. ഇതാ ഹദ്ദസ കദബ എന്ന് പറഞ്ഞ ആ നിയമം കോടതിയിൽ ബാധകല്ലേ? IPH ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ? ജമാഅത്തുകാരാ, കുനിയിലുള്ള ജമാഅത്തുകാരാ, പറയൂ, IPH ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ? അല്ല എന്ന് പറയൂ. ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തിന് അയച്ചു കൊടുത്ത 700 രൂപ നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് ആദ്യമായി ആദ്യകാല ജമാഅത്ത് പ്രവർത്തകർ പടുത്തുയർത്തി വളർത്തി വലുതാക്കിക്കൊണ്ടുവന്ന IPH ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്ന ആ പ്രസിദ്ധീകരണാലയം ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ? IPH ഞങ്ങളുടേതല്ല എന്ന് കോടതിയിൽ പോയി പരസ്യമായി പറഞ്ഞു. എന്ന് മാത്രമല്ല, വീണ്ടും പറഞ്ഞു, ആൻഡ് ഫർദർ ദ തേർഡ് റെസ്പോണ്ടന്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ വ്യൂസ് ഓഫ് ദ ഓതർ. ആ പുസ്തകം എഴുതിയ മൗദൂദിയുടെ ആ കാഴ്ചപ്പാടുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു യോജിപ്പില്ല. മൗദൂദി പറഞ്ഞതുമായിട്ട് ഒരു യോജിപ്പില്ല എന്ന് ഈ പറയുന്ന പുസ്തകത്തിൽ മൗദൂദി പറഞ്ഞതുമായി ഒരു യോജിപ്പും ജമാഅത്തെ ഇസ്ലാമിക്കില്ല എന്ന് കോടതിയിൽ പോയി പറയാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു പ്രസിദ്ധീകരണാലയമാണ് മർക്കസി മക്തബ. അതും ജമാഅത്തെ ഇസ്ലാമിയുടേതല്ല എന്നാണ് കോടതിയിൽ പോയി പറഞ്ഞത്. കളവ് പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ? എന്നാൽ ഈ പുസ്തകം ഉണ്ടല്ലോ, സത്യത്തിൽ ഈ ദേശീയത്വം, മതേതരത്വം, ജനാധിപത്യം പുസ്തകം, ആ പുസ്തകത്തിന്റെ മുമ്പത്തെ പേരെന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം. ഇതാണ് പുസ്തകം. 6 മാസം കൂടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകത്തിന്റെ പേരും മാറും, അതിന്റെ അകത്തുള്ളതും മാറും. അതിന്റെ അകത്തുള്ളതും മാറും, പേരും മാറും. 1979 ഈ പുസ്തകത്തിന്റെ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നായിരുന്നു. എന്നാൽ ഇപ്പോഴോ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശവുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ബന്ധമില്ല. ഇനി IPH ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലേ? IPHന്റെ സൈറ്റിൽ എന്താ ഉള്ളത് കേട്ടോളൂ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസാധനാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ ഔദ്യോഗിക പുസ്തക പ്രസാധനാലയമാണ്. ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമാണ് എന്ത്? IPH. ഇത് IPHന്റെ സൈറ്റിൽ എഴുതി വെക്കുക. എന്ന് കോടതി പറയാം ഞങ്ങളുമായിട്ട് ബന്ധമില്ല, ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമാണ് എന്നാ പറഞ്ഞത്. മർക്കസി മക്തബ, ആ മർക്കസി മക്തബ കോടതിയിൽ പറഞ്ഞത് ഞങ്ങളുമായി ബന്ധമില്ല എന്നാ. പക്ഷേ സൈറ്റിലുള്ളത് ദ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഡിവിഷൻ ഓഫ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമാണ്. സൈറ്റിൽ IPH കേരള നടിച്ചു കൊടുത്താൽ കിട്ടും. എന്നിട്ട് കോടതി പറയാം ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ല IPH എന്ന്. മൗദൂദിയുടെ വീക്ഷണമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് യോജിപ്പില്ല, ശരി, നിങ്ങൾക്ക് യോജിപ്പില്ലാതെ ഞങ്ങൾ യോജിക്കണമെന്നാ? അല്ല, നിങ്ങൾക്ക് യോജിപ്പില്ലാതെ ഞങ്ങൾ സ്വീകരിക്കണമെന്നാ? എന്താ ഈ പറയുന്നത്? മാത്രല്ല, ഇത് ഈ ലഘുലേഖ മലയാളത്തിൽ, ഇനി സൈറ്റ് ഒന്നും വേണ്ട, കാര്യം ഇപ്പൊ അടിച്ചു പോകും, ഉടൻ തന്നെ ഈ സൈറ്റ് അടിച്ചു പോകും കേട്ടോ. ഇനി നോക്കൂ, അത് കിട്ടൂല, പലതും അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എത്തേണ്ട അടുത്ത് എത്തിപ്പോയിട്ടുണ്ട്, ഇനി അടിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല. ഇനി മാത്രല്ല, ഈ ലഘുലേഖ ഉണ്ടോ, ഈ ലഘുലേഖയുടെ പേര് ജമാഅത്തെ ഇസ്ലാമിയെ അടുത്തറിയുക എന്നാണ്. എഴുതിയപ്പോൾ തിരിഞ്ഞു പോയതാ, ജമാഅത്തെ ഇസ്ലാമിയെ എടുത്തറിയുക എന്നാണ് എഴുതേണ്ടത്. പിന്നെ എഴുതിയെന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ അടുത്തറിയുക. അതിലെന്താ പറയുക കേട്ടോളൂ. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രമുഖ ഭാഷകളിലും ജമാഅത്ത് പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും പുറത്തിറക്കുന്നു. ഹിന്ദി, ഉറുദു, ബംഗാളി, ആസാമി, പഞ്ചാബി, ഗുജറാത്തി, മറാഠി, തെലുങ്ക്, കന്നഡ, ഗുരുമുഖി, തമിഴ്, മലയാളം ഭാഷകളിൽ ജമാഅത്തിന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പുസ്തക പ്രസാധനാലയങ്ങളുമുണ്ട്. ഇതിൽ 1000-ലേറെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ച മർക്കസി മക്തബ ഇസ്ലാമിയും കേരളത്തിലെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസും എടുത്തു പറയത്തക്കതാണ്. അവ ജമാഅത്തെ ഇസ്ലാമിയെ അടുത്തറിയുക എന്ന ലഘുലേഖയിലും പറയുന്നത് IPH ജമാഅത്തിൻ്റെതാണ്. കോടതിയിൽ പറയാൻ ഞങ്ങളല്ല, ആ മൗദൂദിയായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്കില്ലാത്ത ബന്ധം ഞങ്ങൾക്ക് എന്തിനാ മക്കളെ? അതുകൊണ്ട് അൽമുർഷിദൊക്കെ അവിടെ വെച്ചോളൂ, നിങ്ങൾ കാത്തു സൂക്ഷിച്ച് വെച്ചോളൂ. ഇൻഷാ അള്ളാ വീണ്ടും അതിനെ സംബന്ധിച്ച് നമുക്ക് കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഇനി ചില അൽമുർഷിദൊക്കെ ഇവിടെ നമുക്ക് പരിചയപ്പെടാനുമുണ്ട്. പിന്നെന്താ മൗദൂദി പറഞ്ഞ ആശയം? കോടതിയിൽ അങ്ങനെ മൗദൂദിയായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയാം.
എന്നിട്ട് നാട്ടിലിറങ്ങിയിട്ട് ഞങ്ങളെ ചീത്ത പറയാൻ മൗദൂദിക്കെതിരെ സംസാരിച്ചു. നിങ്ങൾ കോടതിയിൽ സംസാരിക്കും, നമ്മൾ നാട്ടിൽ ജനങ്ങളോട് പറയുന്നു. കോടതിയിൽ നിങ്ങൾ മൗദൂദിക്കെതിരെ സംസാരിക്കുന്നു, ഞങ്ങൾ നാട്ടിലുള്ള ജനങ്ങളോട് അക്കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. എന്നാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, കോടതിക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ മൗദൂദിയെ പുകഴ്ത്തുകയാണ്. മൗദൂദി എന്തബദ്ധം പറഞ്ഞാലും അതിനെ ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. എത്രത്തോളം മൗദൂദി പറഞ്ഞൊരു പമ്പര വിഡ്ഢിത്തുണ്ട്. അതാണ് മൗദൂദിസത്തിന്റെ അടിസ്ഥാനം തന്നെ. എന്താ മൗദൂദി പറഞ്ഞ പമ്പര വിഡ്ഢിത്തം? എന്താ മൗദൂദി പറഞ്ഞ പമ്പര വിഡ്ഢിത്തം? ആ പമ്പര വിഡ്ഢിത്തം എന്താന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ഭരണമില്ലാത്ത ദീൻ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കപ്പെടാത്ത സങ്കല്പ വീട് പോലെയാണ് എന്നാണ്. ഈ പുസ്തകത്തിന്റെ ഖുത്ബാത്തിന്റെ 381 പേജിൽ വ്യക്തമായി എഴുതുകയാണ്. സ്വന്തം ഭരണമില്ലാത്ത ദീനിന്റെ സ്ഥിതി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്തൊരു സങ്കല്പ വീട് പോലെയാണ്. ഭൂമിയിൽ സ്ഥാപിതമായ ഒരു വീട്ടിൽ മാത്രമേ നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുകയുള്ളൂവെങ്കിൽ പിന്നെ തലച്ചോറിൽ മറ്റൊരു വീടിന്റെ പ്ലാൻ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് വിവാദമായ ഒരു വരിയാണ്. ആ വരിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു തൈമിയ്യയുടെ ഒരു വാചകമാണ് ഇവിടെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ച നമ്മുടെ മൗലവി സദറുദ്ദീൻ മൗലവി. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. പ്രമുഖ സലഫി പണ്ഡിതനായ ഇബ്നു തൈമിയ മൗദൂദി സാഹിബ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, ഭരണമില്ലാത്ത ദീൻ, അധികാരമില്ലാത്ത ദീൻ പൂർത്തിയാകില്ല. സലഫി പണ്ഡിതനായ ഇബ്നു തൈമിയയുടെ ഉജ്ജ്വലമായ ഗ്രന്ഥമാണ് സിയാസത്തു ശർഇയ്യ. 161, 162, 166 പേജ്. ആ സിയാസത്തു ശർഇയ്യയിൽ അദ്ദേഹം പറയുന്നു, പുസ്തകമൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല, നിങ്ങൾ ഇന്റർനെറ്റിൽ ആ സിയാസത്തു ശർഇയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിക്കണ ഭാഗം അറബിയിൽ അടിച്ചു കൊടുത്താൽ മതി. يجب أن يعرف أن ولاية الناس من أعظم واجبات الدين بل لا قيام للدين إلا بها. എന്താ പറഞ്ഞത്? നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങളുടെ അധികാരം, ഭരണം ഏറ്റെടുക്കൽ മിൻ അഅ്ളമി വാജിബാത്തി ദീൻ, ദീനിലെ ഏറ്റവും വലിയ നിർബന്ധങ്ങളിൽ ഒന്നാണ്. ബൽ ലാ ഖിയാമ ലിദ്ദീനി ഇല്ലാ ബിഹാ, ഭരണവും അധികാരവും ഇല്ലാതെ ദീനിന് നിലനിൽപ്പില്ല. മൗദൂദി സാഹിബ് പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആ ഫത്വ ഇബ്നു തൈമിയ്യക്കെതിരെ കൂടിയിറക്കണം. വായിക്കുമ്പോൾ മുഴുവൻ വായിക്കണ്ടേ മൗലവി? സദറുദ്ദീൻ മൗലവി വായിക്കുമ്പോൾ മുഴുവൻ വായിക്കണ്ടേ? വായിച്ചില്ലെങ്കിൽ തന്നെ ഇടക്കുള്ള വരി വിടാൻ പാടില്ലല്ലോ മൗലവി, വാചകം വിടാൻ പാടില്ല മൗലവി. അവസാന ഭാഗം ഒന്നുകൂടെ കേൾപ്പിക്കേണ്ടി വരും. കാരണം എന്താ ഇബ്നു തൈമിയ്യ പറയുന്നത്? യജിബു അൻ യഅരിഫ അന്നൽ വിലായത അംറിൻ നാസി മിൻ അഅ്ളമി വാജിബാത്തി ദീനി വല്ലാ ഖിയാമ ലിദ്ദീനി വലാ ലിദ്ദുനിയ ഇല്ലാ ബിഹാ. എന്തേ വലാ ലിദ്ദുനിയ വിട്ടുപോയത്?